ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് CEPയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള മെഡിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 51 ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ടീമിൽ വന്നിട്ടുണ്ട്. ഇതിൽ പല ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ടാവും, പല ആൾക്കാരും ചെയ്യുന്നുണ്ടാവില്ല. ഈ രാവിലെ തന്നെ ഈ ഒരു മെഡിറ്റേഷൻ നമുക്ക് ലഭിക്കാന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഫുൾ എനർജറ്റിക്കായി മാറ്റാൻ സാധിക്കുന്നുണ്ടാവും. ഇത് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് അത് വ്യക്തമായി അറിയാൻ സാധിക്കുന്നുണ്ടാവും. എനിവേ നമ്മളെ ഈ ഒരു സെഷൻ മോർണിംഗ് CEP നമ്മുടെ ഓർഗനൈസേഷനിൽ ഏകദേശം 95ഓളം ആൾക്കാർ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 130 കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. ചില ദിവസങ്ങൾ മിസ്സായി പോകുന്ന ആൾക്കാർ. എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ഈ പ്രോഗ്രാം നമ്മൾക്ക് ലീഡർഷിപ്പിലേക്ക് വരാനുള്ള ഒരു സെഷനാണ്. പഠിക്കാനും മറ്റുള്ള ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ് കേൾക്കാനും അതിലെ ഓരോ കാര്യങ്ങൾ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജും ഇൻകം കുറിച്ചുള്ള നോളജൊക്കെ പഠിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക്. അപ്പൊ നമ്മളിതിനെ ശ്രദ്ധിക്കുക, നമ്മളിത് പഠിക്കാൻ ശ്രമിക്കുക, അത് നമ്മളത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ ശ്രമിക്കുക. 100% ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഇത് കേട്ട് ഒരു മോട്ടിവേഷനായി മാറുന്നുണ്ടാവും. ചിലപ്പോൾ പല ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ മോട്ടിവേഷൻ നിൽക്കുന്ന ആൾക്കാരെ കൂടുതൽ ഈ ക്ലാസ്സുകൾ ചെയ്യുന്നത്, ഈ എല്ലാ ഡെയിലി മീറ്റിംഗ്, ഡെയിലി പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ നമ്മളെ ഇതിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രോഗ്രാം. പക്ഷെ ആ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നില്ല, എത്ര നോളജുകൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. അതാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും നോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുക. നമ്മളെല്ലാവരും, ഞാനൊക്കെ സെഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തില്ലോ വാക്കുകളോ നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ടോ? ഏതെങ്കിലും ലീഡേഴ്സിന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്താൽ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ലീഡർഷിപ്പിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് പ്രസന്റേഷൻ പഠിക്കാനും. കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ പഠിക്കുമ്പോഴാണ്, നമ്മൾക്കുണ്ടാവുന്ന എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മളോടൊപ്പം ആൾക്കാർ കണക്ട് ആവുന്നുണ്ടാവും. നമ്മളെ ഈ ഒരു ഓർഗനൈസേഷനിലെ ആൾക്കാർ ഓൺലൈനിലൂടെ മാത്രം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ആരും ഫിസിക്കലായിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവില്ല. 1-2 ആൾക്കാർ മാത്രമേ ഫിസിക്കലായിട്ട് ഇറങ്ങി വർക്ക് ചെയ്യുന്നുള്ളൂ. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിനടുത്തുള്ള ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ പുതുതായി ജോയിൻ ചെയ്ത ഒരാളാണെങ്കിൽ, ആദ്യമായിട്ട് ജോയിൻ ചെയ്ത ഒരാളാണെങ്കിൽ നമുക്ക് ഈ ബിസിനസിനെ കുറിച്ച് നോളജ് ഒന്നും ഉണ്ടാവില്ല, വിശ്വാസം വന്ന് തുടങ്ങിയിട്ടുണ്ടാവില്ല, പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു അറിവുണ്ടാവില്ല, എക്സൈറ്റ്മെന്റ് വരാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ തുടക്കത്തിൽ നമ്മൾ ഇത് ഒരാളോട് പറയുന്ന സമയത്ത് നമ്മുടെ അയൽവക്കക്കാരോ നമ്മുടെ ചങ്ങായിമാരോ നമ്മളിലേക്ക് വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അവർ ഓൾറെഡി നാട്ടിൽ കാണുന്ന ഓൺലൈൻ പരിപാടികൾ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മണി ചെയിൻ പോലത്തെ പ്രൊഡക്റ്റ് ബൾക്ക് പർച്ചേസിങ് ചെയ്യുന്ന ബിസിനസ് കണ്ട് പരാജയപ്പെട്ട ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ അവരെ പരാജയപ്പെട്ട ആൾക്കാരുടെ കഥകൾ കേട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് ഒരു 95% റിജക്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ഇവിടെ പല ആൾക്കാർക്കും റിജക്ഷൻ ആണ് ഇവിടെ വരുന്നുണ്ടാവുക. ഇന്നത്തെ ദിവസത്തെ ഇന്നത്തെ സെഷൻ കുറച്ച് നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരുണ്ട്, അത് ചെയ്യാം. ഈ ബിസിനസ്സിൽ നമുക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. കാരണം ഞാനും ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് എനിക്ക് ആദ്യം വന്ന എൻ്റെ എക്സൈറ്റ്മെന്റ് വെച്ചാൽ മറ്റുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പം ഇത് വിജയിക്കാൻ സാധിക്കും, നല്ല കമ്പനിയാണ്, നല്ല മോട്ടിവേഷൻ എനിക്ക് കിട്ടി. ആ ഒരു മോട്ടിവേഷൻ ഞാൻ നേരെ എൻ്റെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തപ്പോൾ കംപ്ലീറ്റ് റിജക്ഷനായി. കംപ്ലീറ്റ് എനിക്ക് റിജക്ഷനാണ് കിട്ടിക്കൊണ്ടത്. ആ സമയത്ത് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, ഇതിൽ വിജയിക്കാൻ എനിക്കൊരു അവസരം ഇതിനകത്തുണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത്. ആ ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടോ? 58 ആൾക്കാരായി. നിങ്ങളുടെ ടീമിലെ ആൾക്കാർ മിസ്സായിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നുകൂടി ഇൻവൈറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മളിത് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് വിജയിക്കാൻ വലിയ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല, നമ്മൾ വണ്ടിക്കൂലി കൊടുക്കുന്നില്ല, പുറത്തു പോകുന്നില്ല. പക്ഷെ ഇതിൽ കുറച്ച് ആൾക്കാർ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഈ ബിസിനസ് പറയാൻ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫിസിക്കലായിട്ടും കുറച്ച് ആൾക്കാരിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാം. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഷെയർ ചെയ്യാൻ ശ്രമിക്കും. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന പ്രസന്റേഷൻ പഠിക്കാനും അതിൻ്റെ അകത്തുള്ള ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൻ്റെ അകത്തുള്ള പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി മറ്റുള്ള മാർക്കറ്റിലെ പ്രൊഡക്റ്റിന്റെ ആ ഒരു ഡെമോൺസ്ട്രേഷൻ നമ്മൾ കുറേ പ്രാവശ്യം വിനോദ സാറൊക്കെ ചെയ്തിട്ടുണ്ട്, അതെല്ലാം മനസ്സിലാക്കിയിട്ട്
ഇതിന്റെ വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഈ ബിസിനസിന്റെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിരന്തരം ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളത് ഒരു 1-2 വ്യക്തികളെ ഡെയിലി പോയി കണ്ട് സംസാരിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു വ്യക്തിയെങ്കിലും നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻറ്റ് വർദ്ധിക്കണം. അത് പുതിയ വ്യക്തികൾ ആരും ചെയ്യരുത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് വർദ്ധിച്ചാൽ മാത്രം, നിങ്ങൾ സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഫിസിക്കലായിട്ട് നമ്മൾ ആരും വർക്ക് ചെയ്തിട്ടില്ല. വിനോദ് സാറ് മാത്രമാണ് നമ്മുടെ ടീമിൽ കൂടുതലായിട്ട് ഫിസിക്കൽ വർക്ക് ചെയ്യുന്നുള്ളൂ. ഞാനും ഫിസിക്കലായിട്ട് പ്ലാൻ കാണിക്കൽ കുറവാണ്, വളരെ കുറവാണ്. 1-2 പ്ലാൻ, ഒരു മാക്സിമം കൂടി കഴിഞ്ഞാൽ 4 വർഷത്തിനുള്ളിൽ ഞാനൊരു 10-11 പ്ലാൻ മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. കാരണം ദുബായിലായതുകൊണ്ട് എനിക്കത് സാധിക്കുന്നില്ല. ഇവിടെ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് തന്നെ, ഞാൻ ആരോടും ഇതുവരെ ഇത് പ്ലാൻ ആക്കി ചെയ്ത സെഷൻ അല്ല, ആരോടും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ഡിഫിക്കൽറ്റി, നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ടോ ആരോടെങ്കിലും? അല്ല, പല ആൾക്കാർ മീറ്റിങ്ങിൽ മാത്രമായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെയുണ്ട്. പല ആൾക്കാർ മീറ്റിങ്ങിൽ മാത്രം ഇരുന്ന് ഒരു ഹൈ എക്സൈറ്റഡ് ആയിട്ട് ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്ത് പോകുന്ന ആൾക്കാരുണ്ട്. ഹൈ എക്സൈറ്റഡ് ആണ്, നല്ല വിശ്വാസമുണ്ട്, പക്ഷെ ആക്ഷനായിട്ടൊന്നും ചെയ്യുന്നില്ല. മോട്ടിവേഷൻ മാത്രം ഉൾക്കൊണ്ട് ആക്ടിവേഷൻ ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പല ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ട്, അവരുടെ ഒരു മാറ്റം, ഒരുപാട് കാലങ്ങളായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിക്ക് പോലും ഒരു മാറ്റം എന്ന് മാത്രമല്ല, ഒരു ആളെ പോലും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ സൂമിലേക്ക് എത്തിക്കാതെ നിൽക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ആരോടെങ്കിലും പറയത്തുണ്ടോ, അല്ലെ ആദ്യം പറഞ്ഞ 1-2 ആൾക്കാരുടെ നെഗറ്റീവ് കേട്ട് മാറി നിൽക്കുകയാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരിക്കലാവരുത്. നമ്മൾ കണ്ടിന്യൂ ഉള്ള ആക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഒരാളെയും കൊണ്ടുവരാൻ സാധിക്കും. ഇതിൽ ഞാൻ ഏറ്റവും മനസ്സിലാക്കി ജോൺസൺ സാറിന് ഒരു പ്രത്യേകത വെച്ചാൽ, അദ്ദേഹം ഒരാളെങ്കിലും കൊണ്ടുവരാതിരിക്കൽ ഒരു ദിവസം. എങ്ങനെയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് എനിക്കറിയത്തില്ല. സൂമിലേക്ക് കണക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് വളരെ ഈസിയായി സാധിക്കുന്നുണ്ട്. ഒരാളെങ്കിലും, ചിലപ്പോൾ 10 പേരോട് പറഞ്ഞപ്പോഴായിരിക്കും ഒരാൾ കയറി വരുന്നുണ്ടോ, അല്ല ഒരാളെ മാത്രം ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം അത് ഭംഗിയായിട്ട് ചെയ്യുന്നതാണ്. ചില ആൾക്കാർ, ഒരുപാട് ആൾക്കാർ സൂമിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്, കുറച്ച് ആൾക്കാർ മാത്രം. ഒത്തിരി ആൾക്കാർ സ്ഥിരമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, ഒട്ടും കണക്ട് ചെയ്യാതെ കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്താണ് ഈ ഡിഫിക്കൽറ്റി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ സെഷൻ. വേറെ ഒന്നുമല്ല, നമ്മുടെ വിഷമങ്ങളും പ്രോബ്ലംസും ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആർക്കെങ്കിലും അൺമ്യൂട്ട് ആക്കിയിട്ട് എന്തെങ്കിലും ഈ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നതിലുള്ള ഒരു ഡിഫിക്കൽറ്റി ഷെയർ ചെയ്യാൻ സാധിക്കും തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഞാൻ ആരും പേര് വിളിക്കത്തില്ല. എന്തെങ്കിലും നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും? നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുമ്പോൾ, എനിക്കറിയാം റിജക്ഷൻ ആണ്, 98% റിജക്ഷൻ തന്നെയാണ് കിട്ടുന്നുണ്ടാവും, അല്ലെ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? പോയോ? ഇന്ന് വേറെ എന്തോ പ്രതീക്ഷ വന്ന് അങ്ങനെയൊന്നും കേൾക്കാനുണ്ടോ? എല്ലാവരും കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഒക്കെ കമന്റ് ചെയ്യട്ടോ. അല്ല ഇത് അവിടെ വെച്ചിട്ട് അടുക്കള പണി തുടങ്ങിയോ? ഓക്കെ, എല്ലാവരും കൂടി കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തൂടെ? ഇല്ലട്ടെ, നമുക്ക് ഇന്നൊരു, നമ്മൾക്ക് എന്താണ് ഒരു ചലഞ്ചസ് വരുന്നത്? പല ആൾക്കാർക്കും ചലഞ്ചസ് തന്നെയാണ്, 98% ആൾക്കാർക്കും ചലഞ്ചസ് ആണ്. പക്ഷെ 100% വിജയിക്കുന്നൊരു ഉറപ്പുണ്ട്. വെസ്റ്റീജിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി എന്താണ്, കുഴപ്പമില്ല, കമ്പനി കുഴപ്പമില്ല, കറക്റ്റായിട്ട് പൈസ, ഇന്നലെ രാത്രി പൈസ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, ബോണസ് വന്നിട്ടുണ്ട്, പ്രൊഡക്റ്റ് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, ഉപയോഗിച്ച പ്രൊഡക്റ്റൊക്കെ റിസൾട്ടാണ്. പക്ഷെ നമ്മളിത് എങ്ങനെയാണ് ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ചലഞ്ചസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എനിക്കറിയാം. കാരണം ഞാൻ നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് വെറുതെ ഒരു 1-2 ആൾക്കാരോട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നെഗറ്റീവാണ് ഫീൽ ചെയ്തത്. അപ്പം ഞാൻ അധികം ആൾക്കാരോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടില്ലായിരുന്നില്ല. പക്ഷെ എനിക്ക് ഈ ബിസിനസ് നാട്ടിൽ വന്ന് ഫിസിക്കലായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഫിസിക്കലായിട്ട് വർക്കുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നമുക്ക് റിസൾട്ട് വരുള്ളൂ. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് വരുള്ളൂ. ശരിയല്ലേ? എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആരെങ്കിലും ഷെയർ ചെയ്യാം? ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറേ വരും. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും നമ്മൾ ഈ ബിസിനസ്സിൽ വരുന്ന ചലഞ്ചസ് ഷെയർ ചെയ്യാവോ? ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ചേച്ചി, പറയൂ. എനിക്ക് ഇത് തന്നെ പ്രശ്നം. ഇവിടെ കുറെ ആൾക്കാർ ഇവിടെ ചേർന്നിട്ടുണ്ട്. അവരൊക്കെ ഈ ഐഡിയ 8 കൊല്ലം 9 കൊല്ലം മുമ്പൊക്കെ
കണ്ടിന്യൂ ചെയ്യാണ്ട് വെച്ചിരിക്കുക. അയ്യോ ഇതെന്താ ഓഫായി പോയി. ഇല്ല, പറഞ്ഞോ കണ്ടിന്യൂ പറഞ്ഞോ. ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെ 5-6 പേരുടെ ഐ ഡി ഉണ്ട്. 9 കൊല്ലം 8 കൊല്ലം മുമ്പേയൊക്കെ അവർ എടുത്തു വെച്ചിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നാട്ടിൽ പോയി ഇപ്പൊ 15 ദിവസത്തേക്ക് കഴിഞ്ഞ മാസം. അപ്പോഴും അവര് കുറെ ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ ഷെയർ ചെയ്തു. എല്ലാവരും ഇത് തന്നെ പറയണത്, മോദി കെയർ. പറഞ്ഞോ, കേൾക്കാം. ആർക്കും ഇതാ എന്റെ വിഷമം. ഞാൻ ഷെയറൊക്കെ എന്നും ചെയ്യാറുണ്ട്. ഇവിടെയും കുറെ സ്റ്റാഫൊക്കെ ഒരു കടയാണല്ലോ. പിന്നെ പുറത്തു പോയി ആൾക്കാരെ കാണുമ്പോൾ ട്രെയിനിൽ വരുമ്പോ അവർ 4 പേരുടെ അടുത്ത് ഷെയർ ചെയ്തു. എല്ലാവർക്കും അറിയാം ഹൈദരാബാദിൽ നല്ലോണം നടക്കുന്നുണ്ട്, അതും അറിയാം. പക്ഷെ ഇതാ പ്രശ്നം. ഇപ്പൊ ആരും എന്റെ കൂടെ ചേർന്നിട്ടൊന്നുമില്ല. ഇപ്പൊ ഞാൻ കവിതാ മേഡത്തിന്റെ അടുത്ത് പറഞ്ഞ് ആഡ് ചെയ്തിട്ടുണ്ട് വാട്സപ്പില്, സോഷ്യൽ മീഡിയ. വേറെ പ്രശ്നമില്ല. ഞാൻ പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് മൈഗ്രെയിൻ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നിന്നു. മുട്ടുവേദന അതൊക്കെ ഇത്തിരി കുറവുണ്ട്. സോപ്പ് പേസ്റ്റ് എല്ലാം കണ്ടിന്യൂ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൺസിസ്റ്റൻസി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ മാസം എനിക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടി. ഇതാണ് ആൾക്കാർ ചേരാൻ മടി കാണിക്കണം. മീറ്റിങ്ങിൽ ആരും വരാൻ തയ്യാറാവുന്നില്ല. എല്ലാവർക്കും സമയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ശരി, ഐഡിയ എടുത്തിട്ട് നിങ്ങൾ 500-1000 രൂപയ്ക്ക് സാധനങ്ങൾ മേടിക്കും. അതിലിപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അങ്ങനെ മുമ്പേ ആൾക്കാർ അങ്ങനെ ആരെങ്കിലും കിട്ടുന്നുണ്ടോ? എത്ര ആരെങ്കിലും കിട്ടിയോ അങ്ങനെ? അങ്ങനെ ആൾക്കാര് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പിന്നിലാണ് ഞാനിപ്പോ. മീറ്റിങ്ങിൽ ചേരാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ അവരവരുടെ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ചോ. 500 രൂപ 1000 രൂപ എത്രയാ സൗകര്യം പോലെ. അങ്ങനെ നാട്ടിലാരും ചേർന്നില്ല. ആർക്കും താല്പര്യമില്ല. 15 ദിവസത്തേക്ക് ഞാൻ നാട്ടിൽ പോയി, തൃശ്ശൂർ പോയി, ഷോപ്പിലൊക്കെ പോയി. അവിടെ നിന്നും ഒരു ചേച്ചിക്ക് കുറച്ച് സാധനം മേടിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ ഇപ്പൊ ഇങ്ങനെ നടന്നിട്ടിരിക്കുക. ആ ചേച്ചിക്ക് സാധനം വാങ്ങിച്ചു കൊടുത്ത ചേച്ചി പിന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നോ? ഇല്ല, ആ ചേച്ചിയുടെ വീട്ടിൽ അവർക്ക് താല്പര്യമില്ല. അവരുടെ മകനും ആ അല്ല, ചേട്ടനും ബിസിനസ് ചെയ്യാൻ താല്പര്യം വേണം അവർക്ക്. ഐഡിയ എടുത്തു കൊടുത്ത് അവർക്ക് സാധനം വാങ്ങിക്കാൻ താല്പര്യമുണ്ടോ സ്ഥിരമായിട്ട്? ഐഡിയ എടുക്കണ്ട അത്ര. അങ്ങനെ വേണമെങ്കിൽ എന്റെ ഐഡിയയിൽ എടുക്കാന്നാ അവര് പറയണം. എന്തെങ്കിലും എപ്പോഴെങ്കിലും വേണമെങ്കിൽ എണ്ണയൊക്കെ എപ്പോഴെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു, ഓൺലൈനിൽ ഓർഡർ ചെയ്ത്. അപ്പൊ അത് ചേച്ചി എന്താ അവര് ചെയ്യുക? അവരുടെ പേര് നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ട് അവരൊക്കെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടുന്ന സാധനം അവരെ കൊണ്ട് എല്ലാ മാസം വാങ്ങിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ബെനിഫിറ്റാണ്. കാരണം ഒരാളെ ഞാനിപ്പോ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് കുറച്ച് സാധനം പർച്ചേസ് ചെയ്യിപ്പിക്കുന്നതിന് പകരം നമ്മളെ ഐഡിയിൽ അവർ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കൺസിസ്റ്റൻസി കൂട്ടിയെടുക്കാൻ പറ്റും. അത് അവരുടെ വീട്ടില് രണ്ടുപേരെ എഗനിസ്റ്റ്, അവര് സമ്മതിക്കണില്ല. പക്ഷെ ഞാൻ എണ്ണയും സോപ്പും ഇതൊക്കെ മേടിച്ചു കൊടുത്തിട്ടാ വന്നത്. 800 രൂപയുടെ സാധനം അവർക്ക് മേടിച്ചു കൊടുത്തു. ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, അടുത്ത മാസം എണ്ണ എനിക്ക് ഓർഡർ ചെയ്ത് മേടിച്ചാൽ എന്റെ ഐഡിയിൽ മേടിച്ചോളാന്ന് പറഞ്ഞു. ഓക്കെ, അത് ചേച്ചി അത് ഒരു 3 പ്രാവശ്യം 2-3 പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ അവരോട് പറയേണ്ട വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സാധനം വാങ്ങിക്കുന്നത് നിങ്ങളുടെ ഐഡിയിലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസം ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. അത് വളരെ ഒരു ക്യാഷ് വൗച്ചർ കിട്ടും. അടുത്ത പ്രാവശ്യം സാധനം വാങ്ങിക്കുമ്പോൾ ആ വൗച്ചറിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും എമൗണ്ട് കുറച്ചാൽ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഐഡിയ എടുക്കാൻ പറയും. നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ട, ആ, ഒരു ഐഡിയ ഞാൻ എടുത്തോ. എല്ലാം ഇനി അഥവാ അവർ എടുക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല ചേച്ചി, നമുക്ക് അവർ വാങ്ങിക്കുമ്പോൾ ആ ബെനിഫിറ്റ് നമുക്ക് ആ ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാം. അവർക്ക് വേണ്ട, ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് അങ്ങനെ കൊടുക്കാം. താല്പര്യമില്ല. ഓക്കെ, അത് ചിലപ്പോൾ 10-75 പരാജയപ്പെട്ട വയസ്സായി. ആൾക്കാരായിരിക്കും, ഏതെങ്കിലും ബിസിനസ് പോയി പൈസ കളഞ്ഞിരുന്ന ആൾക്കാരാണ്. പക്ഷെ പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ചേച്ചിക്ക്. യൂസ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, ഫ്ലാക്സ് അത് ഓയിൽ അത് മേടിച്ചു മതി. കൊടുത്തു. അങ്ങനെയുള്ള ഒരു 5 കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ പേഴ്സണൽ പി കൂടും. അല്ല, മഞ്ഞൾ തുളസി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2-3 ജോയിനിങ് വരും ചേച്ചി. അതാണ് ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത്, അത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പോയിക്കോളും, നോ പ്രോബ്ലം. ഇപ്പൊ ആ ട്രൈയിങ്ങിലാണ് ഇപ്പൊ. മതി അങ്ങനെ. ഞാനിപ്പോ ഇവിടെ പണ്ടേ ചേർന്നിട്ടുണ്ട് ബീഹാറില് 5-6 പേര്. അവരൊക്കെ ഐഡിയ എടുത്ത് വെച്ചിരിക്കുക. പക്ഷെ കണ്ടിന്യൂ ചെയ്യണില്ല. അവര് ചോദ്യം ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞ ഐഡിയ അങ്ങനെ അത് പർച്ചേസ് ചോദ്യം ചെയ്തെങ്കിൽ അത് കണ്ടിന്യൂ. ചോദ്യം എന്താണ് പറഞ്ഞത്, വിട്ടുപോയി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സപ്പോർട്ട് കിട്ടാൻ സപ്പോർട്ട് അത് ഇല്ല. തന്നെ. ആൾക്കാർ ആ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് സാധനം വാങ്ങിച്ചിട്ട് പോകുന്ന പ്രശ്നം കൊണ്ടാണ് ഈ ബിസിനസ്സിൽ പരാജയപ്പെട്ടു ആൾക്കാർ. എല്ലാവർക്കും അറിയാം ശരി. പ്രസ്റ്റീജ് കമ്പനി നല്ല കമ്പനിയാണ്, അവര് പ്രൊഡക്റ്റ് നല്ലതാണ്, എല്ലാം നല്ല. പക്ഷെ സപ്പോർട്ട് കൊടുക്കാൻ ലീഡർ വേണം. ഇങ്ങനെയുള്ള അത് തന്നെ. മറ്റുള്ള കാര്യങ്ങൾ അതാണ് അന്വേഷിക്കാൻ ആരുമില്ല, മറ്റുള്ള കാര്യങ്ങൾ ചോദിക്കുന്നില്ല ആരും. ഇവിടെ നിങ്ങൾ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് ലീഗലായിട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് വെസ്റ്റേജ് കമ്പനി. നിങ്ങൾ ഇത്രയും പെട്ടെന്ന് സ്പീഡായി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തൊട്ട് അയൽവക്കക്കാർ കംപ്ലീറ്റ് ഏതെങ്കിലും ടീമിൽ പോകും. ശമന ടീച്ചറിന്റെ അയൽവക്കത്തൊക്കെ അത് ശരി. വേറെ ടീമിൽ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. ഒക്കെ തൊട്ടടുത്തുള്ള ആൾക്കാർ വേറെ ടീമിൽ പോയി ജോയിൻ ചെയ്യുന്ന അവസ്ഥ വരും. നിങ്ങളൊക്കെ എല്ലാ അയൽവക്കക്കാരും നിങ്ങളുടെ പരിചയക്കാർ മുഴുവനും
എത്രയും ഇപ്പൊ പെട്ടെന്ന് ഓരോ ഓർഗനൈസേഷനിൽ പോയി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പറയാൻ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കുക. തൊട്ടടുത്ത വീട്ടുകാർ ബിസിനസ് ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ അവിടെ ഒരു സോപ്പും ഒരു പേസ്റ്റും കൂടി എത്തിക്കാനെങ്കിലും ശ്രമിക്കുക. ഒരു സോപ്പും ശരി. പേസ്റ്റും എത്തിക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയ പ്രൊഡക്റ്റ് ആരും കുഴപ്പമില്ല, ഒന്നെടുത്ത് കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് കമ്പനിയെ കുറിച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാവും. അതും ചെയ്യുന്നുണ്ട്. ഫ്രീ കിട്ടിയ പേസ്റ്റ് സോപ്പൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും പ്രൊഡക്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല പ്രൊഡക്റ്റാന്ന് പറഞ്ഞു. പക്ഷെ ഇതാ മീറ്റിങ്ങിൽ ആരും കയറാൻ താല്പര്യമില്ല, സമയമില്ല അത്ര ആർക്കും. സമയമില്ലാതൊക്കെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ വന്നിട്ട് കാര്യമില്ലല്ലോ. അതിന് ജോയിൻ ചെയ്തുകൊണ്ടോ ഐഡിയ എടുത്തുകൊണ്ടോ മീറ്റിങ്ങിൽ വരാതിരുന്ന അവർക്ക് ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ മുന്നേ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ ആരെങ്കിലും കിട്ടി എങ്ങനെയെങ്കിലും മീറ്റിംഗ് എത്തിക്കുക എന്നുള്ള ഇതിലായിരുന്നു എൻ്റെ ഇതിൻ്റെയായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് അത് മനസ്സിലായി, ഒരു പ്രയോജനമില്ല. മീറ്റിങ്ങിൽ വരാത്ത വ്യക്തി ബിസിനസ് ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർ ചിന്തിക്കും, ആദ്യമൊക്കെ എന്താ ചിന്ത, കുഴപ്പമില്ല അദ്ദേഹത്തിന് ഐഡിയ എടുത്ത് കൊടുത്തിട്ട് കുഴപ്പമില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമുക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് താഴ്ത്തി കൊടുത്ത് ജോയിൻ ചെയ്യിപ്പിച്ച് ബിസിനസ് ചെയ്യാനൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഒരു കാര്യമില്ല, അദ്ദേഹത്തിന് അതിലൊന്നും പ്രയോജനം ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ. കാരണം നമ്മൾ തീരുമാനം എടുത്ത് നമ്മൾ വർക്ക് ചെയ്ത്, ഇത് ചെറിയ പരിപാടി അല്ല ഇത്. നമ്മളെ എപ്പോഴും ഞാൻ ആദ്യമൊക്കെ പണ്ടൊക്കെ ഞാൻ ചിന്തിക്കുന്നത് അയാളൊന്ന് സപ്പോർട്ട് ചെയ്യും, ഒരു പാവപ്പെട്ട ആളല്ലേ, അവരൊക്കെ ഒരു താഴെ 2-3 ജോയിനിങ് ആക്കി കൊടുത്ത് അവർക്കൊരു വരുമാനം വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ ഞാൻ ആദ്യം ചിന്തിക്കാറുണ്ട്. സാധാ ഒരു പാവപ്പെട്ട ആളല്ലേ, അവർക്ക് കുഴപ്പമില്ല, അവരൊന്ന് സഹായിക്കാം, എനിക്ക് 2-3 ജോയിനിങ് ഒക്കെ വരുമ്പോൾ അവർ തായിട്ട് കൊടുത്ത് ബിസിനസ് ബിൽഡ് ചെയ്യാന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഒരിക്കലും അവർക്കൊരു ലൈഫ് ലോങ് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കത്തില്ല. കാരണം ഇത് നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്യേണ്ട ബിസിനസ്സാണ്. നമ്മളെ ടീമുകളെ സെറ്റ് ചെയ്ത് നമ്മളുടെ ടേൺ ഓവർ കൂടുന്നതനുസരിച്ച് സ്ട്രക്ചർ അനുസരിച്ച് നമ്മളുടെ പിന്നിൽ ലെവൽ മാറണം, അടുത്ത പിന്നിലോട്ട് മാറണം. പിന്നെ മാറിയിട്ടില്ല എങ്കിൽ നമ്മുടെ വരുമാനം ഒരു 10-15,000 രൂപ താഴോട്ട് കുറയുന്നില്ല. അപ്പോൾ ഇതെല്ലാം പഠിക്കാൻ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ ഒരാളെ വെറുതെ കിട്ടിയതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ നമ്മൾക്ക് അങ്ങനെ തോന്നുന്നത് ചിലപ്പോൾ ആ വ്യക്തി വഴി ഒരാൾ വരുമായിരിക്കും, ആ വ്യക്തി നമുക്ക് ചിലപ്പോൾ ലീഡർഷിപ്പിലേക്ക് വരുന്നുണ്ടാവും, അങ്ങനെ ഒരു ഗുണം ചെയ്യും. കാരണം നമ്മൾ ചിലപ്പോൾ വെറുതെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിച്ച വ്യക്തി ആരെങ്കിലും ഒരാളെ തന്നിട്ട് പോകുന്നുണ്ടാവും. കാരണം എൻ്റെ ടീമിലുള്ള എല്ലാവരും അങ്ങനെയാണ്. ഞാൻ കൊണ്ടുവന്ന 6 പേര് വിനോദ് സാറും മാത്രമേ, വിനോദ് സാറും സുമയ്യ, അങ്ങനെ 2 പേര് മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ തോന്നുന്നു. ബാക്കിയുള്ള ആൾക്കാർ ഏതെങ്കിലും ടീമിലുണ്ടാവും, പക്ഷെ നേരിട്ടുള്ള ആൾക്കാർ 2 പേര് മാത്രമേ എന്നോടൊപ്പം ഉള്ളൂ, ബാക്കി ആരും കൂടെ ഇല്ല. പക്ഷെ എന്നിട്ടും ആ വന്നിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് ലക്ഷക്കണക്കിന് ടേൺ ഓവർ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വന്നിരിക്കുന്ന ആൾക്കാർ ടേൺ ഓവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു വ്യക്തി വഴി ഒരു നല്ല ആൾക്കാരെ കിട്ടുമായിരിക്കും ഏതെങ്കിലും ഒരു കണക്ക്. പക്ഷെ നമ്മളത് കണ്ടിന്യൂ ആയിട്ടുള്ള ആക്ഷൻ ചെയ്യട്ടോ. വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റും? അശോകൻ ചേട്ടനൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? അശോകൻ ചേട്ടനൊക്കെ എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കുന്ന ആളാണ്. എന്തെങ്കിലും ചേട്ടന് ചിലപ്പോൾ നല്ല വിശ്വാസം ഉണ്ടാവും ബിസിനസ്സിൽ, നമ്മളുടെ വാക്കുകൾ ചിലപ്പോൾ ഒരു നല്ലൊരു ധൈര്യം കിട്ടുന്നുണ്ടാവും. പക്ഷെ ആരോടും ഷെയർ ചെയ്തിട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മള് സാറേ ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ പക്ഷെ പലരും വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇനിയിപ്പം അതിനുവേണ്ടി വരും, എന്തായാലും 1-2 പേരൊക്കെ വരും. അപ്പൊ അതിനിടയ്ക്ക് 1-2 പേർക്ക് ഈ സ്മാർട്ട് ഫോൺ ഇല്ല, അപ്പൊ അവർക്ക് ഈ സൂം മീറ്റിങ്ങിന് വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവർക്ക് എന്റെ ഫോൺ കൊടുത്ത് അവരെ കൊണ്ടുവന്ന് സൂം മീറ്റിൽ വരുത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. പിന്നെ അവരിൽ കുറച്ച് ആൾക്കാർ എൻ്റെ സാധനമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം എനിക്ക് ഈ 100 PV കൂടുതലൊക്കെ കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. ഇതിൽ നിന്നും പിന്മാറിയിട്ടില്ല, എന്തായാലും ഇതിൽ തന്നെ ഉണ്ട്. അപ്പോ ഇതാണ് കാര്യം. അപ്പൊ ഞാൻ കുറച്ച് ആൾക്കാരെ ഞാൻ എന്തായാലും ചേർക്കുന്നുണ്ട്, അവരെ സൂം മീറ്റിങ്ങിൽ കൊണ്ടുവരാം. അപ്പൊ ഇനിയിപ്പോ അടുത്ത് തിരുവനന്തപുരത്ത് ഫിസിക്കൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് 2-3 പേരെ അതിനകത്തും കൊണ്ടുവരാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ മീറ്റിങ്ങിന് ഞാൻ ആൾക്കാരെ കൊണ്ടുവരാം. ഓക്കെ ശരി. ഓക്കെ ഞാൻ എന്തൊക്കെ മനസ്സിൽ അശോകൻ ചേട്ടന് മനസ്സിലുണ്ട്. കാരണം നമ്മൾ എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കുന്നുണ്ട്, വീഡിയോ ഓണാക്കിയിട്ടുണ്ട്. ഇവിടെ അശോകൻ ചേട്ടൻ ആരും കൂടെ വരാത്തത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നാട്ടിലേക്ക് വന്ന ശേഷം അതിന്റെ സപ്പോർട്ട് ഞാൻ ചെയ്തിരുന്നുണ്ടാവും. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു കുറച്ച് ആൾക്കാർ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരെ സൂമിലേക്ക് വരാൻ പണിയുണ്ടെങ്കിൽ അവരെ വീട് അടുത്താണെങ്കിൽ അവിടെ പോയി ഇരുന്നിട്ട് ഒന്ന് അവരുടെ ഇരുന്നുകൊണ്ട് സൂം അറ്റൻഡ് ചെയ്യാം. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഒക്കെ പോയിരുന്ന് ഒരു പ്രാവശ്യം സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ അഴിയിരിക്കും. ഓക്കെ, എനിവേ ചേട്ടന്റെ മനസ്സിലുള്ള ആ ഒരു കോൺഫിഡൻസ് പോയിട്ടില്ല എങ്കിൽ 100% നമുക്ക് ഒരു ടീം ഉണ്ടാവും. കുറച്ച് ഒരു സമയമാകുമ്പോൾ ഒരു ടീമായി മാറും.
കേട്ടോ. പക്ഷെ അതെ എന്താന്ന് വെച്ചാൽ ഞാനിതുവരെ ആൾക്കാർ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ, സുഷിത ഒരാളെയും കിട്ടിക്കഴിഞ്ഞാൽ ബിസിനസ് വളർന്നോളും. അതെ 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 അതെ. അപ്പൊ ഞാനിത് സുഷിത മേഡത്തിനോടെല്ലാം സംസാരിക്കാറുണ്ട്. മേഡം എല്ലാം വേണ്ടുന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ. കാരണം ഞാനൊക്കെ അതെ അശോകൻ ചേട്ടൻ്റെ ലിസ്റ്റിൽ വെച്ച ഒരാളാണ്. നമ്മളൊക്കെ ഇതിൽ വന്ന് വിജയിപ്പിക്കാൻ വേണ്ടുന്ന കുറേ ആൾക്കാരുടെ ലിസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നലെയൊക്കെ ഞാൻ കുറേ ലീഡർമാരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു 10-25 ആൾക്കാരെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതെ ജെൻസിന്റെ, ആണുങ്ങളുടെ പേര്. കാരണം എനിക്ക് ലേഡീസ് ആകുമ്പോൾ നമുക്ക് അവർക്കൊരു പരിമിതി ഉണ്ടാവും. വീട്ടിൽ പെർമിഷൻ വാങ്ങിക്കണം, ഇറങ്ങി വർക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ജെൻസ് ഉള്ള സമയത്ത് നമുക്ക് ആര് വേണമെങ്കിലും, ഇപ്പോൾ അശോകൻ ചേട്ടൻ്റെ തിരുവനന്തപുരത്ത് വന്നിട്ട് എനിക്ക് വിളിച്ചിട്ട് എവിടെ വേണമെങ്കിലും കൂട്ടിയിട്ട് പോകാൻ പറ്റും. അല്ല, നമുക്ക് ഒരാളെ അതെ കാണി കാണാം. അപ്പോൾ ആ രീതിയിൽ കുറച്ച് ലീഡേഴ്സിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, വന്ന് കൂടെ അതെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പൊ ഈ സുനിലേട്ടൻ്റെ കാര്യം, പ്രഭാകരൻ ചേട്ടൻ്റെ കാര്യം, ഖാലിദ് ഭായിന്റെ, ഒരുപാട് ആൾക്കാർ, മഹേഷൻ ചേട്ടൻ്റെ, ഒരുപാട് ആൾക്കാർ നോട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അനിലേട്ടൻ്റെ പേര് പറയാൻ ആൾക്കാർ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതും വിഷമം. അതുകൊണ്ട് എല്ലാവരും ഉണ്ട്. കാരണം നമുക്ക് പോയി വർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പോൾ അവരോട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടോ എന്ന് വെച്ചാൽ ലേഡീസിനോട് വന്ന് ചെയ്യില്ല എന്നല്ല, നിങ്ങളെ കൂട്ടി കുറേ സ്ഥലത്ത് പോയി വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ ഞാൻ ഇപ്പം ഏറ്റവും വലിയ എൻ്റെ മനസ്സിലുള്ള സ്വപ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് കൂടാനും, ഫാമിലിയോടൊപ്പം ഒരുമിച്ച് എല്ലാവർക്കും ഒന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് കൂടി ഒരു വലിയൊരു പ്രോഗ്രാം ചെയ്യണം. ഒരു പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യണം. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു കേരളത്തിൻ്റെ മിഡിൽ ഭാഗത്ത് എവിടെയെങ്കിലും, എറണാകുളമോ തൃശ്ശൂർ ഏതെങ്കിലും ഭാഗത്ത് ഒരു വലിയൊരു പ്രോഗ്രാം, ഒരു ദിവസം 1 ഡേ പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഫിസിക്കലായിട്ട് നേരിട്ട് കണ്ടുകൊണ്ട് ചെയ്ത് ഒരു അച്ചീവേഴ്സ് മീറ്റ് പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോഴേക്കും ഇതിൽ കുറച്ച് ആൾക്കാരുടെ ഒരു നല്ലൊരു അച്ചീവ്മെന്റ്സ്, ഒരു വരുമാനം എല്ലാവരും എത്തിച്ച് ഒരു ഫാമിലി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരു സ്ഥലത്ത് കൂടി, പിന്നെ എല്ലാ മാസങ്ങളിലും അതാത് ജില്ലകളിൽ നമുക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ഒരു വലിയ പ്രോഗ്രാം സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഓക്കെ, അത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ ചെയ്യുന്ന ഈ ആക്ടിവിറ്റി അത് അതുപോലെ കണ്ടിന്യൂ ഉണ്ടാവും. അതിലുപരി നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഇനി അങ്ങോട്ട് നമ്മുടെ ടീമിലേക്ക് അടുത്ത വർഷം തൊട്ട് കണ്ടിന്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ടീമിൽ ഇപ്പോഴുണ്ടാകുന്ന ഗ്രോത്ത് എന്താണ്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ടീമിൽ എൻ്റെ ടോട്ടൽ ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ മാസം അവസാനമാകുമ്പോൾ 20% ഗ്രോത്ത് ഉണ്ട്. മാസം അവസാനം ഇന്ന് വരെ ഈ മാസത്തെ ഗ്രോത്ത് ഇന്നത്തെ ദിവസം വെച്ചുമ്പോൾ 58% ഗ്രോത്ത് ഉണ്ട് എൻ്റെ ടീമിൽ. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസത്തെ ഇതേ ദിവസത്തെ PV എത്രയാണോ അതിനേക്കാളും 57% PV കൂടുതലായി ഈ ദിവസം, ഇന്നത്തേക്ക്. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം PV നോക്കും. കഴിഞ്ഞ മാസത്തെ അത് നമ്മളതിൽ കാണാൻ സാധിക്കും. സ്റ്റാർ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. നമ്മുടെ ബിസിനസ് ഗ്രോത്ത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളെല്ലാവരും നിങ്ങളെ ID സ്റ്റാർ ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞ മാസത്തെ ഇതേ ദിവസത്തെ PV എത്രയാണ് നിങ്ങൾക്ക് അതിനകത്ത് അറിയാൻ പറ്റും. ഈ മാസം നിങ്ങൾക്ക് അതിൽ എത്ര മാറ്റം വന്നിട്ടുണ്ട്, ഇമ്പ്രൂവ് ചെയ്തിട്ട് നോക്കണം. അല്ല, നമ്മൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമ്പോൾ മാർക്ക് കുറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വിഷമമുണ്ടല്ലേ. വീട്ടിൽ അച്ഛനമ്മമാരെ കാണിക്കുമ്പോൾ അവർ വഴക്ക് പറയുന്നില്ല, നമ്മുടെ ഉള്ളിലൊരു വിഷമമുണ്ടല്ലോ, മാർക്ക് കുറഞ്ഞു വരും. അതുപോലെ ഈ ബിസിനസ് നമുക്ക് ഗ്രോത്തിൽ വ്യത്യാസം കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവും. അപ്പൊ അത് ആ ഒരു ഗ്രോത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. പേഴ്സണൽ ഗ്രോത്തിൽ എപ്പോഴും കുറച്ച് കൂട്ടണം. ഏത് ലെവൽ PVയുടെ കാര്യത്തിൽ ഇപ്പൊ അശോകൻ ചേട്ടൻ ഈ മാസം 100 PV ചെയ്ത വ്യക്തിയാണെങ്കിൽ അടുത്ത മാസം 100ൽ 1 PV പോലും കുറയരുത്. അത് 110 ആക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരു ഹെയർ ഓയിൽ, ഒരു തുളസി ഡ്രോപ്സ് കൊടുത്താലും 10 PV കൂടും. അല്ല, 30 ദിവസം കൊണ്ട്. ഹലോ സാറോ. ഒരു മിനിറ്റ് ഞാൻ ഹലോ, സംസാരിക്കും. പറയൂ. പറയാനാ? പറയൂ. അല്ല, ഞാൻ ഒരു വ്യക്തിയെ കൊണ്ടുവന്നേ, സുജാ രാജു. ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. പുതിയ ആളുകളെ പരിചയപ്പെട്ടില്ലേ? ഇല്ല, ഇത് ആ പ്ലാൻ പ്രസന്റേഷൻ അല്ലല്ലോ. ഇന്നലെ ഉണ്ടായിരുന്നില്ല സുജാമ? ഇന്നലെ ഉണ്ടായിരുന്നില്ലേ? ഇന്നലെ രാവിലെ ഉണ്ടായിരുന്നു. ഇവര് പിന്നെ ഒരു വൈകുന്നേരത്തെ മീറ്റിംഗ് യാത്ര കൊണ്ടിരുന്നില്ല? വൈകുന്നേരത്തെ മീറ്റിംഗ് കൊണ്ടിരുന്നില്ല? ഉച്ചയ്ക്ക് അല്ലേ? നമ്മൾ എപ്പോഴും ആദ്യമായിട്ട് വരുന്ന വ്യക്തിയെ ഈ രാവിലത്തെ മീറ്റിംഗിൽ, ഫസ്റ്റിലെ മീറ്റിംഗിൽ, രാവിലത്തെ മീറ്റിംഗിൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ഒന്നും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ. നമ്മൾ ബിസിനസ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നത്. ലീല ചേച്ചി, നമ്മുടെ ഈ രാവിലത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും എത്തിയ പോലെ ആവാം. ഉച്ചക്കത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗനവാടി കൊണ്ടാക്കുന്ന രീതിയാണ്. ഈ ബിസിനസ്സിന് ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. ഇവർ ചിലപ്പോൾ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. എപ്പോഴും ആദ്യമായി വരുന്ന വ്യക്തി 2 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് അല്ലെങ്കിൽ രാത്രിയത്തെ മീറ്റിംഗ് ഉണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതിന് ശേഷം രാവിലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് എന്താണ് ചെയ്യുന്നത് മനസ്സിലാവും. സുജിത് ചേച്ചിനെ ഞാൻ കണ്ടു. ഞാൻ കുറച്ച് നേരത്തെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ആരോ ടീമിനെ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഇന്ന സമയം ആലോചിച്ചുകൊണ്ടിരിക്കും, സുജാ രാജു എന്ന് ഞാൻ പേര് കണ്ടു, ആരോ ടീമിനെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കുറച്ച് മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ആരോടും ചോദിക്കാൻ വേണ്ടിയിരിക്കുകയാണ്.
സുജ ചേച്ചി കേൾക്കുന്നുണ്ടോ? സുജ ശരി. രാജു കേൾക്കുന്നുണ്ടോ? സുജ മാഡം എനിക്ക് ഞാൻ ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതിനകത്ത് മീറ്റിംഗിൽ കണ്ടിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് ഇങ്ങനെ ഉണ്ട്. ആ എല്ലാം രാവിലെ ആകും. ഈ പേര് ഞാൻ കണ്ടു. അപ്പൊ കണ്ടപ്പോ എനിക്ക് ഏത് ടീമാന്ന് അറിയത്തില്ല. ഞാനത് ആരോടെങ്കിലും ചോദിച്ച് കണ്ടുപിടിക്കും കുറച്ച് കഴിയുമ്പോൾ. സുജ രാജു ഉണ്ടായി എന്ന് പോയി, കണ്ടോ പോയി. നേരത്തെ ഉണ്ടായിരുന്നു, വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശ്രീജ മേഡം വെച്ച് കണക്ട് ചെയ്ത് കൊടുത്തായിരുന്നോ? ആ ശ്രീജ മേഡത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തോ? ആ ഓക്കെ. ശരി. ഞാൻ ആ പറഞ്ഞ ഫ്ലോ എന്താ പറഞ്ഞത്? ഓക്കെ, നമ്മളിത് കണ്ടിന്യൂ ചെയ്യുക, ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുക. നമ്മളിതിൽ അപ്പോൾ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി സീരിയസ് ആയിട്ട് നമ്മൾ പോയി. ഞാൻ ആ എന്തോ പറഞ്ഞു, ആ പോയിന്റ് വിട്ടുപോയി. റഹ്മത്ത് മേഡം എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി അൺമ്യൂട്ടാക്കിയാണോ? റഹ്മത്ത് കാഞ്ഞങ്ങാട്. റഹ്മത്ത് കാഞ്ഞങ്ങാടുള്ള റഹ്മത്ത് കേൾക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. അല്ല, ഓക്കെ. ഇനി വേറെ ആയിരിക്കും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? പറയാവോ എന്തെങ്കിലും? ഹലോ, അത് തന്നെ പറയൂ. സാറേ, എന്നെ അപേക്ഷിച്ച് ഞാനിപ്പോ 2-3 പേരെ ജോയിൻ ആക്കിയിട്ടുണ്ട്. പക്ഷെ അതില് 1-2 വ്യക്തികളാണ് കറക്റ്റ് ആയിട്ട് കൺസിസ്റ്റൻസി ചെയ്തു പോകുന്നതും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതും. ബാക്കിയുള്ളവർക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അവരാരും അത് ബിസിനസ് ആയിട്ട് എടുത്തിട്ടില്ല. അവര് പ്രോഡക്റ്റ് വാങ്ങി നിൽക്കുക, അങ്ങനെയാണ് എനിക്കിപ്പോ തോന്നി തുടങ്ങുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടെങ്കിലും പ്ലാന് പറയുമ്പോഴത്തേക്കും അവരോട് പറയണത്, ഇത്തരം പരിപാടിയാണോ, അതുമായിട്ട് നീ ഇങ്ങനെ വരരുത്, നിന്നോട് വല്ല പ്രോഡക്റ്റ് ഒക്കെ മേടിച്ച് നിന്നെ സഹായിക്കണോ, അത് ഞാൻ ചെയ്തു തരാം, അങ്ങനെ പറയുന്നവരുണ്ട്. മതി, അത് മതി, പിന്നെ നമ്മള് അത് മാത്രം മതി. ആ അങ്ങനെ കിട്ടിയ സന്തോഷമായില്ലേ? അതുകൊണ്ട് അങ്ങനെ മേടിച്ചു തവണയൊക്കെ വാങ്ങിച്ച് ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എനിക്കെന്ന് പറഞ്ഞാല്, നമ്മൾ പോയി പ്ലാൻ പറയുമ്പോഴത്തേക്കും അവരുടെ പ്ലാന് നമ്മളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഒരുപാട് പേരുണ്ട് അങ്ങനെ. അതായത് നമ്മൾ ഇതുമായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും എനിക്കറിയില്ല, എലമെന്റ്സ്, ഇൻഡസ് വിവ, RCM, അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അതുമായിട്ട് തട്ടിക്കരുത്, ഇത് വേറെ, നിങ്ങൾ മീറ്റിങ്ങിലോട്ട് വാ. അപ്പൊ ശരി, ഓക്കെ, നമ്മളോട് അന്നേരം പറഞ്ഞു വിടും. നമ്മൾ ലിങ്ക് ഒക്കെ വാട്സപ്പ് നമ്പർ മേടിച്ചിട്ട് പോരും, ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യും. ഷെയർ ചെയ്തിട്ട് ജസ്റ്റ് അവരൊന്ന് കയറി വരുന്നത് ഞാൻ അത് ശ്രദ്ധിക്കും. നമ്മൾ വിളിച്ച ആൾ വരുന്നുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും അവർ കയറിയവർ പലരുണ്ട്. പക്ഷെ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് അവർ ഇറങ്ങിപ്പോവും. അങ്ങനെ ഒരു 3-4 പേര് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ 3-4 അനുഭവം തന്നെ ഇപ്പൊ ചെയ്ത് ഈ ഇൻഡസ്ട്രി മൊഴിക്കാർ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ അറിയുന്ന ആളാണോ? നാട്ടിൽ അറിയുന്ന ആളാണോ? അറിയുന്നല്ല, അറിയാത്ത ആളുകളും ഉണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ഈ അല്ലാതെ ചെയ്തിരിക്കുന്ന ആൾക്കാർ തന്നെ ചെയ്യേണ്ട കാര്യം, ഈ ചെയ്തിരിക്കുന്ന ആൾക്കാർ പേരൊന്ന് ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ആ മൊഴിക്കൽ ചെയ്ത് ഇൻഡസ്ട്രി ചെയ്ത ആൾക്കാർ പേര് നോട്ട് ചെയ്ത് വെക്കുക. അവിടെ ആ ഒരു ബുക്കിൽ എഴുതി വെക്കണം, മസ്റ്റായി എഴുതി വെക്കുക. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തന്നെ ഇപ്പൊ ആ ചെയ്യുന്ന ബിസിനസ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. കുറച്ച് മുന്നേ, ഒരു 1.5 മാസം മുന്നേ, 2 മാസം മുന്നേ ഉണ്ടായിരുന്നത് തന്നെയാണോ ഇപ്പോ? അല്ലാതെ മാറിയോ? ഒരുപാട് മാറ്റം അല്ല, വന്നില്ലേ? മാറി 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 2 മാസം മുന്നേ തന്നെയോട് ആരും ഉണ്ടായിരുന്നില്ല, ഒറ്റക്കായിരുന്നു. അതെ, ഇപ്പൊ PV ഒക്കെ മാറി തുടങ്ങിയില്ലേ? മാറി, നല്ല വ്യത്യാസമുണ്ട്. ആദ്യം സെൽഫ് വ്യൂ മാത്രം ഉണ്ടായിരുന്നു തന്നെക്ക്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു ഫാസ്റ്റ് ആയിട്ട് 8% കഴിഞ്ഞു. അതിന് മേലോട്ട് എല്ലാ മാസവും 300 PV 400 PV എല്ലാ മാസവും വന്നു തുടങ്ങി. ഇത് ഗ്രോത്ത് ആണ്. നിങ്ങൾ അതെ ഓക്കെയാണ് ബിസിനസ്, നിങ്ങൾ പെർഫെക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ലീഡർഷിപ്പിൽ അതെ മാറി, വോയിസിൽ ആ മാറി, നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു. ഇത് ധന്യനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് പെർഫെക്റ്റ് ആണ്. ഇനി നിങ്ങൾക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം, ഈ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരു 3 പേര് നിങ്ങളുടെ കൂടെ ടീമിലുണ്ടെങ്കിൽ, ഇപ്പൊ അമ്മണി ചേച്ചി ഗ്രൂപ്പിൽ ടീമിലുണ്ട്, സന്ധ്യ രാജു ടീമിലുണ്ടെങ്കിൽ, ഇവരുടെ ലിസ്റ്റിൽ നിന്ന് 2 പേര് എടുക്കാൻ തന്നെ വർക്ക് ചെയ്യണം. അമ്മണി ചേച്ചിന്റെ വീട്ടിൽ പോവുക, ആ അവരെ വീട്ടിൽ പോയി നേരെ കാണുക, അവരെ വീട്ടിൽ നിന്ന് അവരുടെ പരിചയത്തിലുള്ള ആൾക്കാർ ഈ ഓപ്പർച്യൂണിറ്റി തന്നെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ അയൽവക്കക്കാരോടോ അല്ല. ഇപ്പൊ അമ്മണി ചേച്ചിന്റെ പരിചയത്തിലുള്ള ആളെ പോയി അടുത്ത വീട്ടിൽ അടുത്താണെങ്കിൽ അവിടെ പോയി ഇരിക്കുക, അവിടെ നിന്ന് വർത്തമാനം സംസാരിച്ച് അവരിൽ ഏതെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് അവരുടെ ലിസ്റ്റിൽ നിന്ന് ഒരാളെ കണ്ട് പ്ലാൻ കൊടുക്കുക. ഓക്കെ. അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങൾ പോയി പറയുമ്പോൾ അമ്മിണി ചേച്ചിന്റെ അയൽവക്കക്കാർ ഫ്രണ്ട്സൊക്കെ മോട്ടിവേഷൻ ആവും. അവര് പറയുമ്പോൾ കളിയാക്കും. മനസ്സിലായി? എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഈ ബിസിനസ് പറഞ്ഞാൽ അവരെന്നെ നിരുത്സാഹപ്പെടുത്തും. പക്ഷെ ഞാൻ വിനോദിന്റെ വേറെ ഫ്രണ്ട്സിനെ പോയി കണ്ടാൽ, ഞാൻ ധന്യയുടെ ഒരു പരിചയക്കാരനെ വന്ന് ഞാൻ പറയാമെങ്കിൽ അവർ അംഗീകരിക്കും അത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ അമ്മിണി ചേച്ചിന്റെ കൂടെ വീട്ടിൽ പോവുക. നിങ്ങളൊരു ദിവസം പ്ലാൻ ആക്കുക, ഒരു സമയം കണ്ടെത്തി നേരെ അവരുടെ വീട്ടിലേക്ക് പോയിട്ട് അവരടുത്തുള്ള ആരെങ്കിലും ഒരാളെ കണ്ടിട്ട് നമ്മളെ പ്രൊഡക്റ്റിന്റെ ഡെമോവും മറ്റുള്ള മാർക്കറ്റിലെ പ്രൊഡക്റ്റിന്റെ ഡെമോവും കാണിച്ച് ഈ ബിസിനസ്സിന് സാധ്യതകളും പറഞ്ഞിട്ട് ഒരു സോപ്പും വേസ്റ്റും കൊടുത്ത് ഒരു ഐഡിയ എടുത്ത് നമുക്ക് വരാൻ സാധിക്കും. തന്നെ ഒന്ന് അങ്ങനെ ശ്രമിച്ച് നോക്കി കഴിഞ്ഞാൽ നാളെ അമ്മിണി ചേച്ചിന്റെ ഒരാൾ ബിസിനസ്സിലുണ്ടാവും, അവർ മീറ്റിങ്ങിലുണ്ടാവും.
മറ്റൊരാൾ സന്ധ്യ രാജുവാണെങ്കിൽ അടുത്തുള്ള ആളാണെങ്കിൽ അവരെ പോയി കണ്ട് അവരുടെ ഒരു ജോയിനിങ് ആക്കി കൊടുത്ത് അവരെ നമ്മളെ ഒരാളെങ്കിലും മീറ്റിംഗ് കണക്ട് ആക്കുമ്പോൾ പിന്നെ നിങ്ങൾ പോയി വർക്ക് ചെയ്യേണ്ടത് അമ്മിണി ചേച്ചിന്റെ കൂടെ ജോയിൻ ചെയ്ത പുതിയ വ്യക്തിയില്ലേ അവരെ വീട്ടിലേക്ക് പോകും, അവരെ പോയി പരിചയപ്പെടും, അവരെ സംസാരിക്കുക, അവരുടെ ടീമിലുള്ള ഇതാണ് ഡെപ്ത് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ സാധനം. നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കാർ മാത്രമല്ല, നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത വ്യക്തിയെ കൂടെ പോയി വർക്ക് ചെയ്യുക. അമ്മിണി ചേച്ചിന്റെ കൂടെ ഒരു വ്യക്തി ഒരു നിങ്ങൾ പരിശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അമ്മിണി ചേച്ചിന്റെ താഴെ 2 ജോയിനിങ് ആവും. അവരുടെ താഴെ പോയി നിങ്ങളും അമ്മിണി ചേച്ചിയും കൂടെ പോയി വർക്ക് ചെയ്യുക. ആ സമയത്ത് ആ അമ്മിണി എന്ന് പറഞ്ഞ വ്യക്തിയുടെ എക്സ്പീരിയൻസ്, ആ ചേച്ചിയുടെ എക്സ്പീരിയൻസ് വർദ്ധിച്ചിട്ടുണ്ടാവും. അവർക്കും ഇതുപോലെ ഒരു ജോയിനിങ് വേറെ ഉണ്ടാക്കാൻ സാധിക്കും. അവിടെ നിങ്ങളും പോവുക വർക്ക് ചെയ്യുക. ഇത് അവരും ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്ത കാര്യം അവർ എവിടെയാണ് ബിസിനസ്സിലേക്ക് ഗ്രോത്ത് വരും. ക്ലിയർ ആണ്. നിങ്ങൾ ധന്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബിസിനസ്സിൽ പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിലേക്ക് ബിസിനസ്സിൽ വന്നു തുടങ്ങി. നിങ്ങൾ കഴിഞ്ഞ മാസത്തിന് 2 മാസം മുന്നേ വന്ന പോയിന്റുകൾ നല്ലോണം പോയി. 10% അല്ല, നിങ്ങൾ 100% കൂടുതൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസത്തിന് മുന്നത്തെ മാസം PV സംബന്ധിച്ചിടത്തോളം 300% ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ അത് ചെറിയ വ്യത്യാസമാണ്. കാരണം ചെറിയ PVക്കാർക്ക് 300% കഴിഞ്ഞാൽ വലിയ ഇതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 10%, എൻ്റെ ടോട്ടൽ PVയിൽ 10% ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രോത്താണ്. 1% ഗ്രോത്ത് കിട്ടിയാൽ എനിക്ക് ഗ്രോത്ത് ആണ്. പക്ഷെ എൻ്റെ 20% ഗ്രോത്ത് ഉണ്ട് മൊത്തത്തിൽ PV. ടോട്ടൽ PVയിൽ 20%. നിങ്ങൾ ചിന്തിക്കുക, ഒരു 35,000 PV ആണ് എനിക്ക് കഴിഞ്ഞ മാസം വന്നതെങ്കിൽ 10% ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 3,500 PV എക്സ്ട്രയിൽ അടുത്ത മാസം വരുന്നത്. 20% ഗ്രോത്ത് ഉണ്ടെങ്കിൽ 7,000 PVയുടെ ഡിഫറൻസ് അടുത്ത മാസം എനിക്കുണ്ടാവും. എൻ്റെ ബിസിനസ്സിൽ മാറ്റം കാണുന്നില്ലേ? അതാണ് നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ മാസം ഇപ്പം പുതിയൊരു വ്യക്തി ധന്യയുടെ PV ഈ മാസം 300 PV ആണ് ഈ മാസമെങ്കിൽ അടുത്ത മാസം ഒരു 400 PV എത്താൻ വേണ്ടിയുള്ള വർക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ PV അടുത്ത മാസം 400 PV ഉണ്ടാവണം. ഒന്നിക്കൽ നിങ്ങൾ 3 പേരും 100 PV ചെയ്തെങ്കിൽ 300 PV ആയി. ഒന്നിക്കൽ നിങ്ങളുടെ 10 PVയുടെ പ്രൊഡക്റ്റ് എക്സ്ട്രാ നിങ്ങൾ ആ കസ്റ്റമറെ കണ്ടെത്തി ആ ഒരു PV കൂടെ എക്സ്ട്രാ കയറണം. അല്ലെങ്കിൽ ഒരു ജോയിനിങ് നടന്നിട്ട് അവരുടെ PV നിങ്ങളുടെ കൺസിസ്റ്റൻസിയായി മാറണം. അപ്പം നിങ്ങൾക്ക് ഗ്രോത്തായി. ആ ഗ്രോത്ത് കുറയാ. നിങ്ങൾ 100 PV ചെയ്ത വ്യക്തിയാണെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾ 100 PV ചെയ്തു, നിങ്ങളുടെ കൂടെ വന്ന വ്യക്തികളും കൺസിസ്റ്റൻസി ചെയ്യുന്നവർ 300 PV ഓട്ടോമാറ്റിക് അവിടെ വരും. നിങ്ങൾ 3 പേര് ഒരു 10 PV എക്സ്ട്രാ ചെയ്തിട്ടുണ്ടെങ്കിൽ 330 PVയുടെ വ്യത്യാസം അടുത്ത മാസം വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ സമയത്ത് ജോയിനിങ് വരും. ആ ജോയിനിങ് വ്യക്തി കൺസിസ്റ്റൻസിലേക്ക് വരും. ഈ ചെയ്തു പോകുന്ന സമയത്ത് ധന്യയുടെ PV കയറി 12% എത്തും. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ 12% പോസ്റ്റർ നിങ്ങൾ ഇടുന്നുണ്ടോ? ശ്രദ്ധിക്കുക, നമ്മൾ 8% 12ലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു 1000 PV എങ്കിലും ആ മാസം എല്ലാ മാസവും വരുന്ന ടീം സെറ്റാക്കി എടുക്കണം. ആ സമയമാകുമ്പോൾ ധന്യ 12% ആകുമ്പോഴേക്കും ഒരു 10 പേരെങ്കിലും നമ്മുടെ ടീമിലുണ്ടാവും. 10 പേരെങ്കിലും കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാരായി മാറിയിട്ടുണ്ടാവും. ഈ 12 നിന്ന് 16ലേക്ക് എത്താൻ ഒരു 3000 PVയുടെ ആവശ്യമുണ്ടാവും. 16% പോകുമ്പോൾ നമുക്കൊരു 3000 PV ടോട്ടൽ വേണം. ആ സമയമാകുമ്പോഴേക്കും നിങ്ങളുടെ 20 പേരെങ്കിലും കൺസിസ്റ്റൻസി എത്തിക്കാൻ വേണ്ടി ധന്യ ശ്രമിക്കും. 20 പേരിൽ കൂടുതൽ കൺസിസ്റ്റൻസി എത്തുമ്പോൾ നിങ്ങൾ ഡയറക്ടറായി മാറും. നിങ്ങളുടെ എമൗണ്ട് 5000 രൂപയായി മാറും. ഈ അടുത്തുള്ള കളിയാക്കിയ ഇൻഡസ് വിവ മോഡി കെയർ എന്ന് പറഞ്ഞ ആൾക്കാർ സാധനം വാങ്ങി വിറ്റ് നടക്കുന്ന ആൾക്കാരാണ്. അവരതിൽ സാധനത്തിന്റെ MRP ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ വരുമാനം ഒരു ടീം ബിൽഡിംഗ് ബോണസ് കൂടി 8000 രൂപ വാങ്ങിക്കുന്ന സമയത്ത് വെറുതെ പോയി അവരെ കാണാം. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇൻഡസ് വിയുടെ ബിസിനസ്, എങ്ങനെയുണ്ട് മോഡി കെയറിന്റെ ബിസിനസ് എന്ന് ചോദിക്കുക. ഞാനിതിൽ ഇത്ര വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ അവരെ കണ്ണു തള്ളും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വരുമാനം 15-25,000 ആകുമ്പോൾ നിങ്ങളുടെ എനർജി എക്സൈറ്റ്മെന്റ് വർദ്ധിച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞ ആൾക്കാർ ഒന്നും കിട്ടാതെ ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് മടുത്തടിക്കുന്നുണ്ട്. അവരെല്ലാം ഇതിലേക്ക് വരും. നമ്മളിലൊരു മാറ്റം കാണുമ്പോഴാണ് ഈ കളിയാക്കിയ ആൾക്കാരൊക്കെ നമ്മളിലേക്ക് തിരിച്ചു വരും. ഈ പറഞ്ഞ എല്ലാവരും നിങ്ങളോടൊപ്പം ബിസിനസ് ജോയിൻ ചെയ്യും കുറച്ച് കഴിയുമ്പോൾ. തന്നെ ഇവരൊക്കെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തിയ ആൾക്കാരുടെ പേര് എഴുതി വെക്കണം ബുക്കിൽ. നോക്കട്ടോ, ഞാൻ എൻ്റെ ടീമിൽ ശ്രീജ ശ്രീധരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ടീമിൽ ശ്രീജ ശ്രീധരൻ ഒരു അപ്ലൈ ഉണ്ട്. ശ്രീജക്ക് അറിയത്തില്ല. ഞാൻ ആദ്യം അവരെയാണ് ജോയിൻ ചെയ്യിപ്പിച്ചത്. എൻ്റെ വൈഫിൻ്റെ ഫ്രണ്ടാണ്. തൊട്ടടുത്ത വീട്ടിലെ താമസം, തൊട്ടടുത്ത ഫ്ലാറ്റിലാണ്. ജോലിയുള്ള ആളാണ്. അവരുടെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളാണ്. അവരെ ഞാൻ ഈ ബിസിനസ് ജോയിൻ ചെയ്യിപ്പിച്ചത് അവർക്ക് എപ്പോഴെങ്കിലും ഒരു വരുമാനം കിട്ടിയെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോകുന്ന വെച്ചിട്ടാണ്. ഒരുപാട് കടങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ 2 പേര് ഹസ്ബൻഡ് വൈഫിന് ദുബായിൽ ജോലിയുണ്ട്. അപ്പോൾ അവരെ ഞാൻ ഈ ബിസിനസ് ജോയിൻ വിജയിപ്പിച്ചു കൊടുക്കാൻ പറ്റും എപ്പോഴും പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവർക്കത് ബാക്കി എല്ലാത്തിനും അവർക്ക് സമയമുണ്ട്. ഇതിൽ മീറ്റിങ്ങിലേക്ക് വരാനും ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനും സമയമില്ല. ചോദിച്ചാൽ പറയും സാധനം വാങ്ങിക്കണ്ടേ. ഏകദേശം 2 കൊല്ലത്തിന് മേലെ ആയി ബിസിനസ് ഐഡിയ എടുത്തിട്ട് സാധനം വാങ്ങിക്കണ്ടേ. ഈ 2 വർഷവും അറ്റ്ലീസ്റ്റ് അവർ പല്ല് തേക്കുന്ന സോപ്പും പേസ്റ്റും വാങ്ങിച്ചാലും ഈ 2 വർഷത്തെ PV എത്രയായിട്ടുണ്ടോ ഒന്ന് ആലോചിച്ചൊക്കെ. ഇവിടുത്തെ ദുബായിൽ നമ്മുടെ സോപ്പ്, ദുബായിൽ കമ്പനി നമ്മുടെ വെസ്റ്റീൻ ഓഫീസിൽ നിന്ന് വാങ്ങിക്കുന്ന സോപ്പിന്റെ അതേ വിലക്കാണ് ക്വാളിറ്റി ഇല്ലാത്ത സോപ്പ് അവർ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. 3 ദിറംസാണ് വെസ്റ്റീൻ സോപ്പിന്റെ വില ദുബായിൽ.
അതേ വിലയാണ് മറ്റുള്ള ലോക്കൽ സോപ്പിനും ഇവിടെ ഉള്ളത്. 1 രൂപ പോലും അധികമില്ല. അവർക്ക് വെസ്റ്റീൻ സോപ്പും സെൻസോഡിൻ പേസ്റ്റിനേക്കാളും നല്ല പേസ്റ്റ് നമ്മുടെ പേസ്റ്റ്. 6 ദിറംസിനാണ് ദുബായിൽ പേസ്റ്റ് കിട്ടും നമ്മുടെ പേസ്റ്റ്. ഇവിടെ സെൻസോഡിന്റെ വില 24 ദിറംസാണ്. 4 പേസ്റ്റ് വാങ്ങിക്കാം നമ്മുടെ പേസ്റ്റ്. പക്ഷെ അതുപോലും അവർ വാങ്ങിക്കാൻ സാധനം എന്ന് വാങ്ങിക്കേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലിയാണ്. അവരുടെ താഴെയാണ് ശ്രീജ ശ്രീധരൻ വരുന്നത്, എൻ്റെ അമ്മയൊക്കെ വരുന്നത് അവരുടെ താഴെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അവരുടെ ബിസിനസ് വലിയ ടീമായി മാറി. പക്ഷെ അവർക്ക് ഇപ്പോഴും ഞാൻ ഇന്നലെയും കണ്ടപ്പോൾ അവർ ജോലി നഷ്ടപ്പെട്ടിട്ട് 8 മാസമായി. റെന്റ് അടക്കാം, റൂമിന് റെന്റ് കൊടുക്കാം, മക്കളുടെ ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ പണ്ട് ചെയ്ത ആ ഒരു കച്ചവടമില്ലേ, അതെനിക്ക് ചെയ്യാൻ പറ്റുമോ? എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ പണ്ട് ഒരു ബിസിനസ് ചെയ്തിട്ടില്ലേ, അന്ന് നിങ്ങളുടെ ജോലിക്ക് ശമ്പളം കുറഞ്ഞ സമയത്ത്. ഞാൻ വെസ്റ്റീജിൽ മുന്നേ വരുന്ന സമയത്ത് വേറെ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട്. ഇവിടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സ്പൈസസിന്റെ ഡെലിവറി, മസാലയുടെ ഡെലിവറി ചെയ്യേണ്ടത്. അത് രാത്രി 9 മണി മുതൽ 11 മണി കേട്ടോ. എനിക്ക് ജോലി കഴിഞ്ഞ് വന്നുള്ള 9 മുതൽ 11 മണി വരെ 2 മണിക്കൂർ ഞാൻ ഓൺലൈനായിട്ട് കസ്റ്റമർ ഓർഡർ പിടിച്ചിട്ട് ഞാൻ ഡെലിവറി ചെയ്തിട്ട് ഹോൾസെയിൽ ഡെലിവറി ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂർ കൊണ്ട് ചെറിയൊരു പൈസ ഉണ്ടാക്കുമായിരുന്നു. കാരണം എൻ്റെ ഇവിടുത്തെ ചെലവ് താങ്ങാൻ പറ്റാനിട്ട്. അത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആ ലേഡിയോട് ചോദിച്ചു. വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, അത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നും പണിയെടുക്കാൻ പറ്റത്തില്ല, വെറുതെ ഇരിക്കുമ്പോൾ തോന്നുന്ന ചിന്തയാണ്. അത് ചെയ്യാൻ പറ്റും. മറ്റുള്ളവർ ചെയ്യുന്ന ആ ബിസിനസ് നല്ലതാണോ? താഴെ ബിൽഡിങ്ങിന്റെ താഴെ ഒരു തുണിക്കടയുണ്ട്, ഡ്രസ്സ് കട. അവിടെ നല്ല അടിപൊളി കാണാൻ ഭംഗിയുള്ള കടയാണ്. പക്ഷെ കച്ചവടം ഉണ്ടോ എന്ന് അവർക്കറിയില്ല, ലാഭം ഉണ്ടോ എന്ന് അറിയില്ല, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അറിയില്ല. അത് കണ്ടിട്ട് ആ കടേന്റെ കളർഫുൾ കണ്ടിട്ട് അതുപോലത്തെ ഒരു കട തുടങ്ങിയാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. പൈസ കളഞ്ഞിട്ട് എന്തെങ്കിലും നേടാൻ വേണ്ടി അന്വേഷിക്കുന്ന ആൾക്കാർ കയ്യിൽ കിട്ടിയ ഈ അവസരത്തെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ താഴെ നല്ല ടീമുണ്ട്, ഈ ബിസിനസ് മനസ്സിലാക്കൂ, സാധനം വാങ്ങിക്കണ്ടേ. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാം. ഇത് ചിന്തിക്കുന്നില്ല ആൾക്കാർ. നമ്മൾ ഇല്ലെങ്കിലും സാധനം വാങ്ങിക്കുന്നുണ്ടല്ലോ. അല്ല, ഇല്ലെങ്കിലും നമ്മൾ ഈ സാധനമൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അത് ഇതിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സായി മാറുവാണെങ്കിൽ നമുക്കത് എന്ത് സുഖമാണ്. പക്ഷെ ഈ ആൾക്കാർ ചിന്തിക്കുന്നില്ല. ഇന്ന് ഞാൻ എല്ലാ ദിവസവും അവരെ കാണും. എൻ്റെ മോൻ്റെ സ്കൂൾ ബസ് കൂട്ടുന്ന സമയത്ത് അവരെ മകളും വരുമായിരുന്നു ബസ്സിൽ. അപ്പോൾ ആ സമയത്ത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ ഇതന്നെ ഡെയിലി പറഞ്ഞു കൊടുക്കും. ഞാൻ നമ്മുടെ മനോഹർ സാറിനൊക്കെ അവരെ മീറ്റിങ്ങിൽ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യമൊക്കെ. അവരൊക്കെ ലണ്ടൻ, സ്കോട്ട്ലാൻഡിൽ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട്, പ്രൊഡക്റ്റ് ഗ്രൂപ്പിലൊക്കെ അവരുണ്ട്. ഇതൊക്കെ അവർ കാണുന്നുണ്ട്, പക്ഷേ വിശ്വാസം വരുന്നു. എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം അടുത്ത വർഷം ഞങ്ങൾ നാട്ടിലേക്ക് സെറ്റിൽ ആവുന്ന സമയത്താണ് അവർ ചിന്തിക്കുക, നമ്മൾ എങ്ങനെ നാട്ടിൽ സെറ്റിൽ ആവുന്ന അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നെ ഈ പറഞ്ഞ ആക്ടിവിറ്റി നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വരും. ഇപ്പം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട്, ആദ്യമുള്ള തന്നെയല്ല ഇപ്പം. അതുപോലെ ഇതിലുള്ള പല ആൾക്കാരും ആദ്യമുള്ള ആൾക്കാരായിരിക്കും, കുറച്ച് കഴിയുമ്പം മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ കുറെ ആൾക്കാർക്ക് മാറ്റം തീരെ ഇല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ. അത് എന്താണ് എനിക്ക് അറിയത്തില്ല. പ്രയത്നിക്കാനായിട്ടാണോ, എനർജി കുറഞ്ഞ് ലോ ആയിട്ടാണോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുമ്പം എനർജി കൂടണം കേട്ടോ. എനർജി കൂടുമ്പോഴാണ് നമ്മളെ ബിസിനസ്സിൽ മാറ്റം വരും. പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം, എന്തെങ്കിലും മാറ്റം നമ്മൾ ഉണ്ടാക്കി കാണിക്കണം കേട്ടോ. ഇത്രയും വർഷങ്ങളായിട്ട്, ഇത്രയും മാസങ്ങളായിട്ട്, ഇത്രയും ദിവസങ്ങളോളം വർക്ക് ചെയ്തിട്ട് നമുക്കൊരു മാറ്റമില്ലെങ്കിൽ നമുക്കൊരു മാറ്റം വേണം, ചേഞ്ചസ് വേണം. നമ്മുടെ വരുമാനത്തിലും നമ്മളെ മറ്റുള്ള എല്ലാ കാര്യത്തിലും ചേഞ്ചസ് വേണം. എന്നാലാണ് നമ്മളിലേക്ക് അട്രാക്ഷൻ വരുമ്പോൾ കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ആർക്കും പറയാനുണ്ടോ? ഒരു 5 മിനിറ്റ് സമയമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണം? രജിത മാഡം, നമ്മൾ തിരുവനന്തപുരത്ത് രജിത മാഡം അല്ലേ? അവിടെ ഉണ്ടോ? ചേച്ചി അവിടെ ഉണ്ടോ? ഇതിൽ പല ആൾക്കാരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ട്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ല, ഇതിൽ പല ആൾക്കാരും ജോലിയുള്ള ആൾക്കാരാണ്. പല ആൾക്കാർ ജോലി റിസൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഈ ബിസിനസ് കളയരുത്. നിങ്ങൾക്ക് മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും, വലിയ ടീമൊന്നും ഇല്ലെങ്കിൽ പോലും, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആരും ബിസിനസ് ഒഴിവാക്കരുത്. നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ആക്ടിവിറ്റി കണ്ടിന്യൂ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഒരു ജോലി മതിയേക്ക് ഒരു 55-60 വയസ്സ് റിട്ടയർമെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇറങ്ങി ഒന്ന് വർക്ക് ചെയ്താലും ബിസിനസ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളെല്ലാവരും ആ ജോലിയിൽ കിട്ടുന്ന തുച്ഛമായ ആ ഒരു ശമ്പളം നമ്മൾ അട്രാക്ഷൻ ആയി നിൽക്കുന്ന ആൾക്കാരാണ്. മാസാവസാനം കിട്ടുന്ന ശമ്പളമില്ലേ, ആ ശമ്പളത്തിൽ തൃപ്തിപ്പെടുന്ന ആൾക്കാർ കൂടുതലുണ്ട്. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ഈ 46 വയസ്സിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്.
ഞാൻ ബിസിനസ് ചെയ്ത വ്യക്തിയാണ്. 15 വയസ്സിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളാണ് ഞാൻ. 10ാം ക്ലാസ് പകുതി ആകുമ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം എന്താണ് ബിസിനസ്, എന്താണ് ജോലി നന്നായിട്ട് അറിയാം. എൻ്റെ മനസ്സിൽ എപ്പോഴും ബിസിനസ് മൈൻഡിലാണ്, പണ്ടേ ഉള്ളതാണ്, ചെറുപ്പത്തിലേ ഉള്ളതാണ്. അതുകൊണ്ടാണ് 10ാം ക്ലാസ് പകുതി ആകുന്ന സമയത്ത് തന്നെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സുജ മാഡം ഒന്ന് അൺമ്യൂട്ട് ആക്കാൻ പറ്റുമോ? സുജ ചേച്ചി, സുജ രാജു, ആ സ്ക്രീനിൽ ഒരു അൺമ്യൂട്ട് ബട്ടൺ ഉണ്ടെന്ന് ഓപ്പൺ ആക്കാവോ? അൺമ്യൂട്ട് ആക്കാൻ പറ്റാനിട്ടാണ്. നല്ല സുജ ചേച്ചി കേൾക്കുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഒരു ലീല ചേച്ചി പറഞ്ഞിട്ടാണ് ബിസിനസ് വന്നിട്ടുണ്ടാവുക. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ നല്ലൊരു വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു കമ്പനി ബിസിനസ്സിനെ കളയാതിരിക്കാൻ ശ്രമിക്കരുത്. പോയോ? ഈ ബിസിനസ്സിനെ കളയാതിരിക്കാൻ ശ്രമിക്കുക. ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഇവിടെ വന്നിരുന്ന ആരായാലും ഒരാൾ പോലും ഈ ഒരു ബിസിനസ്സിനെ കളയാതിരിക്കുക. കാരണം നമുക്കുള്ള ചലഞ്ചസ് ഒരുപാടുണ്ടാവും. നമ്മളെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും. പറഞ്ഞാൽ മനസ്സിലാവില്ല അൻസാർ ഭായി, ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് നമ്മുടെ മാർക്കറ്റ് അങ്ങനെ ആയിപ്പോയി, നമ്മുടെ നാട്ടിലെ ആൾക്കാർ അങ്ങനെ ആയിപ്പോയി. അവനവന്റെ വരുമാനത്തിന് വേണ്ടി. സുജയ ചേച്ചി കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. ചേച്ചി എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ ജോലിയൊന്നുമില്ല പ്രത്യേകിച്ച്. ഹൗസ് വൈഫാണ്. ഓക്കെ, പിന്നെ എന്നെ ലീല മാഡം കേട്ടിയതാ. എനിക്ക് മനസ്സിലായി. എന്നോട് ലീല ചേച്ചി പറഞ്ഞു. ഞാൻ അതാണ് കുറച്ചും സംസാരിക്കാൻ നോക്കുന്നത്. ഈ ഹൗസ് വീട്ടമ്മയാണല്ലേ? ഇത് ജോലിയൊന്നും സ്പീക്കറിന്റെ. ഇല്ല ഒരിക്കലും പറയാൻ പാടില്ല ചേച്ചി. നിങ്ങളെപ്പോലെ വീട്ടമ്മമാർക്കുള്ള അത്രയും ജോലി വേറെ ആർക്കും ഇല്ല. എപ്പോഴും ജോലി ഇല്ല. ഞാൻ വീട്ടമ്മയാന്ന് പറഞ്ഞ കേട്ടോ. വീട്ടമ്മ എന്ന് പറഞ്ഞാൽ നല്ല ജോലിയാണ് അല്ലെ? ഒരു ജോലി. സ്ഥാപനത്തിൽ എടുക്കാനേക്കാളും ജോലി. നിങ്ങൾക്ക് ശമ്പളം ഇല്ലാത്ത ജോലി തന്നെ ഉള്ളൂ. ശരിയല്ലേ? വീട്ടമ്മമാർക്ക് ഇത്രയും ചോറും കറിയും ഉണ്ടാക്കി അലക്കും തുണിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ആരും ശമ്പളം തരുന്നില്ല. തമിഴ്നാട്ടിലൊക്കെ ശമ്പളം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ നമ്മൾ എപ്പോഴും പറയുമ്പോൾ ജോലി ഇല്ലാന്ന് പറയരുത് കേട്ടോ. ജോലിയുണ്ട്. ഞാൻ വീട്ടമ്മയാണ് കേട്ടോ. വീട്ടമ്മ എന്ന് പറഞ്ഞാൽ നല്ല ജോലിയാണ്. ഒരു ഓഫീസിൽ പോയി ഇരിക്കുന്ന കമ്പ്യൂട്ടർ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് വെച്ച് മെയിൽ ഫോൺ വിളിക്കുന്ന പണിയല്ല വീട്ടിലെ പണി. ഒരുപാട് പണിയുണ്ട്. അപ്പോൾ ഞാൻ വീട്ടമ്മയാണെന്ന് പറയാം കേട്ടോ. എപ്പോഴും ആരും ചോദിക്കുമ്പോൾ ജോലി ഇല്ലാന്ന് പറയരുത്. ഞാൻ വീട്ടമ്മയാണ് എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്, കട്ട പണിയാണ് വീട്ടമ്മ. അപ്പൊ സുജയ ചേച്ചി, ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. വീട്ടിലെ ജോലി ചെയ്ത് ആ ജോലിയോടൊപ്പം കുറച്ച് സമയം മാറ്റി വെക്കാൻ സാധിക്കുവാണെങ്കിൽ വരുമാനമുള്ള ഒരു ജോലി നമ്മൾ ആക്കി തരാം കേട്ടോ. നമുക്ക് സ്ഥിരമായിട്ട് സുജയ ചേച്ചിക്ക് വീട്ടിലെ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഒരു വരുമാനം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ? അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഇത്രയും കാലം ചേച്ചിന്റെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാചകം ചെയ്യുന്ന എണ്ണ, ചായപ്പൊടി, പാത്രം കഴുകുന്ന സാധനം, തുണി കഴുകുന്ന സാധനമൊക്കെ ചേച്ചി പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല, കടയിൽ നിന്ന്. അതൊന്ന് മാറ്റി, ആ കടയൊന്ന് മാറ്റിയാൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ അവസരമുണ്ട് ചേച്ചിക്ക് കേട്ടോ. എന്ന് വെച്ച് ആരെയും പോയി പറ്റിക്കാനോ ആരെ കൊണ്ട് സാധനം നിർബന്ധിച്ച് വാങ്ങിക്കാനോ ആരെയും പിടിച്ച് നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിക്കലല്ല കേട്ടോ. ആരെയും പിടിച്ച് ജോയിൻ ചെയ്യിപ്പിക്കലല്ല ഈ ബിസിനസ്. ഇപ്പം ലീല ചേച്ചി ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആ പ്രൊഡക്റ്റിൽ കിട്ടിയ സന്തോഷം, ഇത് സ്ഥിരമായിട്ട് ഈ ക്ലാസ്സുകൾ വീട്ടിൽ ചെന്നപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ എടുത്ത് കാണിച്ചായിരുന്നു പ്രോജക്റ്റ് എല്ലാം. ഓക്കെ, ചേച്ചി ചെയ്യേണ്ട, സുജയ ചേച്ചി ചെയ്യാനുള്ള ഒരു ഐഡിയ എടുത്തിട്ട് അത്യാവശ്യം വീട്ടിലേക്ക് ഇപ്രാവശ്യം വാങ്ങിക്കുന്ന ചായപ്പൊടിയും പാത്രം കഴുകുന്ന സാധനമൊക്കെ ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുക. കുളിക്കുന്ന സോപ്പും വലിയ പേസ്റ്റ് ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുക. കരുനാഗപ്പള്ളിയാണോ വീട്? എവിടെ വീട്? കരുനാഗപ്പള്ളി തന്നെ, കരുനാഗപ്പള്ളി. അപ്പൊ അവർ ചേച്ചിയോട് പറഞ്ഞാൽ അവിടെ കരുനാഗപ്പള്ളി നമുക്ക് ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ പോയി സാധനം വാങ്ങിക്കാൻ ശ്രമിക്കുക. അത്യാവശ്യം അവിടെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ട്. ഒരു ദിവസം ചേച്ചി ചെയ്യേണ്ടത്, വ്യാഴാഴ്ച ദിവസം വീട്ടിലെ പണിയെ കുറിച്ച് നേരത്തെ തീർത്തിട്ട് കരുനാഗപ്പള്ളിയിൽ നമ്മുടെ ഷോപ്പിൽ പോയി 11 മണിക്ക് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അവിടെ സാറന്മാരൊക്കെ വരുന്ന അവരെ ക്ലാസ് കേൾക്കുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാവും. അവിടെ ഒരുപാട് ലേഡീസ്, സ്ത്രീകളൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒരു ദിവസം ആ ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ സൂം മീറ്റിങ്ങിലേക്ക് ചേച്ചി വരുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ ചേച്ചിക്ക് നല്ലൊരു വരുമാനം വീട്ടിലിരുന്ന് കിട്ടും കേട്ടോ. ഇപ്പൊ വീട്ടിലുള്ള ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നതായിരിക്കും, ആ വരുമാനത്തിലേക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പ്രായമാകുമ്പോൾ അവർ ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന സമയമുണ്ടോ, മക്കളൊക്കെ വലുതായി അവരെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന സമയത്ത് നമ്മളിങ്ങനെ വരുമാനം ഉണ്ടാവില്ല, മക്കളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സമയം വരും. ശരിയല്ല ചേച്ചി? ശരിയല്ല? നമ്മൾ ഇന്ന് നാട്ടിൽ പ്രായമുള്ള അമ്മമാരെയൊക്കെ നോക്കിക്കോ, അച്ഛനമാരെ നോക്കി പഠിപ്പിച്ച് മക്കള് ഒന്നുകിൽ ഗൾഫിലായിരിക്കും, ഭാര്യമാർ ഫാമിലിയോടൊപ്പം ഗൾഫിലായിരിക്കും, നിങ്ങൾ അച്ഛനമ്മമാർ നാട്ടിൽ ഒറ്റക്കായിരിക്കും, ആരും ഉണ്ടാവില്ല. ഈ ഒരു സമയം ഈ ബിസിനസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പ്രായമാകുന്ന സമയത്ത് നമുക്ക് നല്ല വരുമാനം ഉണ്ടാവും. ആ സമയത്ത് മക്കൾ നമ്മളോട് ഉണ്ടാവും. നമ്മളെ ശേഷം പൈസ ഉണ്ടെങ്കിൽ അവർ വരും. ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ജോലിക്ക് ആളെ വെക്കാൻ പറ്റും നമ്മളെ ശേഷം പൈസ ഉണ്ടെങ്കിൽ. അപ്പോൾ എപ്പോഴും പ്രായമാവുന്ന സമയത്ത് നമ്മളെ ഒരു വരുമാനം വേണം. നല്ല പൈസ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ സ്നേഹം നമുക്ക് ഒരുപാട് മക്കളുടെ നിന്ന് കിട്ടും. പൈസ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വിലയുണ്ടാവില്ല. കറിവേപ്പില പോലെയാണ് പ്രായമായി കഴിയുമ്പോൾ അങ്ങനെ അവസ്ഥ. അറിയാലോ, നമ്മുടെ നാട്ടിലെ അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ. അപ്പോൾ സുജയ ചേച്ചി ചെയ്യേണ്ടത്,
നമ്മൾ വലുതാവും, നമ്മൾ പ്രായമാവുന്ന സമയത്തൊക്കെ നമുക്ക് ലക്ഷങ്ങൾ നമ്മുടെ കയ്യിലോട്ട് വരാൻ സാധിക്കും ഈ ബിസിനസ്സിലൂടെ. ഈ ഒരു ബിസിനസ്സിനെ, ലീല ചേച്ചി തന്ന ബിസിനസ്സിനെ ശരിക്കും ദൈവം തന്ന ബിസിനസ് ആയിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ ഈ ഓക്കെ ബിസിനസ് ഒരിക്കലും കളയാതിരിക്കാൻ ശ്രമിക്കുക. ചെയ്യേണ്ട കാര്യം ഐഡി എടുക്കുക, ശ്രീജ മേഡത്തിന്റെ നമ്പർ വാങ്ങിക്കുക, ശ്രീജ മേഡത്തിനോട് ചോദിക്കുക, എല്ലാ ദിവസവും ശ്രീജ മേഡം സംസാരിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ ശ്രീജ ചേച്ചി നല്ല ശ്രീജ മേഡം സംസാരിച്ച് സപ്പോർട്ട് ചെയ്യും. നല്ല ആ രീതിയിൽ നിൽക്കുക. വിളിച്ചായിരുന്നു. എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് ശ്രീജ ചേച്ചി സംസാരിക്കുന്ന സമയം കണ്ടെത്തും കേട്ടോ. ഓക്കെ ഓക്കെ നമ്മൾ വിഷമങ്ങളും പരാതിയല്ല, കൂടെ ഉണ്ട്, അവരെ ഞങ്ങളും കൂടെ ഉണ്ടെന്ന് പറയും. എല്ലാ ദിവസവും ശ്രീജയായിട്ട് സംസാരിക്കുമ്പോൾ ശ്രീജയ്ക്ക് എന്തെല്ലോ നിങ്ങളെ സഹായിക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, വേറെ ഇന്നത്തെ സെഷൻ ഞാൻ ഇങ്ങനെയാക്കി മാറ്റുകൊണ്ട് നിങ്ങൾ വിഷമമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ പ്രതീക്ഷിച്ച സെഷൻ അല്ല എന്ന് വിഷമായിരിക്കും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, നമ്മൾ ഇന്നലെ ചെയ്ത സെഷൻ മറ്റു ഭാഷ ഏത് ഭാഷയാണ് സാജിത? അൺമ്യൂട്ട് ആക്കിക്കോ. അല്ല സർ, നമുക്ക് പരിചയത്തില് നമ്മുടെ അടുത്തതുപോലെ വരുമല്ലോ ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് വേണ്ട? അത് മറ്റേ ബംഗാളികൾ പോലുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് ഹിന്ദി അറിയാം. തമിഴന്മാര്. ഹിന്ദി അറിയാം. ബംഗാളിക്ക് ഹിന്ദി അറിയാതിരിക്കത്തില്ല. ആ ഹിന്ദി അറിയണമെങ്കിൽ ഞാൻ ഈ മലയാളത്തിൽ ഇപ്പം ചെയ്യുന്ന സെഷനേക്കാളും പവറായി ഞാൻ ഹിന്ദി ചെയ്യും. എനിക്ക് ഹിന്ദി ഭയങ്കര ഇഷ്ടം. മലയാളത്തിനേക്കാളും സൂപ്പറായി ഞാൻ ഹിന്ദിയിൽ സെഷൻ ചെയ്യും. ഓക്കെ. ഹിന്ദി അറിയെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുവന്നാം. ഇംഗ്ലീഷ് ആകുമ്പോൾ എനിക്ക് കുറച്ച് ബബബിയാവും. ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും, പക്ഷെ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ എനർജി കിട്ടൂല. ഹിന്ദിയിൽ മലയാളത്തിൽ ഞാൻ സംസാരിക്കാൻ സൂപ്പറായി ചെയ്യും. ഓക്കെ. ഹിന്ദിക്കാർക്ക് കിട്ടിയ സൂപ്പർ ആട്ടോ. ഹിന്ദിക്കാർക്ക് ഇത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരെ നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല ബിസിനസ് ആയത്. നമ്മുടെ നാട്ടിൽ ബംഗാളിൽ ഒരുപാടുണ്ട്. അതിന് കേരളത്തിലെ പൈസ കംപ്ലീറ്റ് കൊണ്ടുവന്ന ബംഗാളികളാ. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പണിയില്ല. വെറുതെ കടേന്റെ തന്നെ പോയിരിക്കുക, വെഞ്ചുമ്പോ പോയിരിക്കുക, ചോദിച്ചാൽ പോലും പണിയില്ല. അവർ ബംഗാളികൾ നാട്ടിലേക്ക് അയക്കുന്ന ലക്ഷങ്ങളാണ്. അവർ നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യുമ്പോൾ പൈസ ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ്. ആരെങ്കിലും ഹിന്ദിക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടോ. ഞാനൊരു ഡൗട്ട് ചോദിച്ചു, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചാണ്. ഹിന്ദിക്കാരോട് സംസാരിക്കാൻ സാധ്യതയ്ക്ക് ഹിന്ദി അറിയോ? ഇല്ല, അങ്ങനെ അറിയില്ല. ഹിന്ദി അത്ര അറിയില്ല. ഞാന് ജസ്റ്റ് അത്ര അറിയില്ലെങ്കിൽ കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറയാൻ ചെറുതായിട്ട് സംസാരിക്കാൻ പറ്റും. അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. നമ്മളെ പരിചയപ്പെടുത്തുന്നതായി സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്തല്ലോ കേട്ടോ. ഓക്കെ ഓക്കെ. ഹിന്ദിക്ക് ഞാനുണ്ടെങ്കിൽ ഭംഗി ചെയ്തു. ഓക്കെ. വേറെ എന്തെങ്കിലും ചോദിക്കണമായിരിക്കും? സമയമായി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ ഇന്നത്തെ സെഷൻ ഇങ്ങനെയായി മാറിയതുകൊണ്ട് ഓക്കെ ആണല്ലേ? കുഴപ്പമില്ലല്ലോ. ഇതുപോലത്തെ സെഷൻ ഇടയ്ക്ക് വേണം, എന്നാലേ നമുക്കൊരു മാറ്റം ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം ഇന്നും നമ്മൾ ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട് മോട്ടിവേഷനായി മാറിയിട്ട് കാര്യമില്ല. നമ്മളുടെ കാര്യങ്ങൾ സംസാരിക്കാനും അറിയാനും മനസ്സിലാക്കാനും കുറേ ഇത് വേണം, എന്നാലേ വിജയിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്നായിരിക്കും നമ്മളിങ്ങനെ കയറിയിരിക്കും, ഓണാക്കി വെക്കും, ഷാജി സാറിനെ കാണിക്കാൻ വേണ്ടി പേരവിടെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഇന്ന് എത്ര ആൾക്കാരുണ്ടായിരുന്നു വിനോദ് സാറേ? ഞാൻ നോക്കിയില്ല, അത് വിട്ടുപോയി. 80 ആളുണ്ടായിരുന്നോ? ആൾക്കാർ. നമുക്ക് 100 ആക്കണ്ടേ? 100 പേരുള്ള മീറ്റിംഗ് ആക്കണ്ടേ? ഒരു 5 പേര് 90, 92, 94 പേരെ വന്നിട്ടുണ്ട്. 100 ആക്കണം. 100 ആക്കുമ്പോൾ ഒരു എനർജി കിട്ടും. ഓക്കെ, വേറെ ഒന്നുമില്ല. ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം ഏകദേശം ഞാൻ ഇന്നൊന്നും പ്ലാൻ ആക്കി ചെയ്തതല്ല കേട്ടോ. എന്താ ഉദ്ദേശം വെച്ചാൽ ഈ CEP-നെ കൊണ്ട് ഗുണം എന്ന് വെച്ചാൽ ഈ മോർണിംഗ് CEP എന്നോട് ആക്ച്വലി നമ്മുടെ വിന്നിംഗ് ടീമിന്റെ CEP-ൽ നിന്ന് മാറിയപ്പോൾ ആ ടൂൾസ് മലയാളത്തിലുണ്ട്. മുജിബെ തൃശ്ശൂരുണ്ട് കേട്ടോ, മലയാളത്തിൽ ടൂൾസ് തൃശ്ശൂരുണ്ട്. ആ നമ്പർ ഷംന ടീച്ചർ തരും, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. നിങ്ങളുടെ ടീം സ്റ്റാർ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ ടൂൾസ് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, രാജു ചേട്ടനും അതുപോലെ നിങ്ങളുടെ ഡൗൺലൈൻസ് അൻസാർ ഭായി എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. മുന്താസ് വാങ്ങിച്ചിട്ടുണ്ട് ടൂൾസ്. തൃശ്ശൂർ ഷോപ്പിൽ പറഞ്ഞാൽ അവർ കൊറിയറിൽ അയച്ചു, അല്ലെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ ഭാഗത്തേക്കും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ നടന്നു കിട്ടും. ഇതിൽ മുജീബ് റഹ്മാനൊക്കെ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഇന്നത്തെ പ്രസന്റേഷൻ കേട്ടിട്ട് എനിക്ക് അയച്ച മെസ്സേജ്, നിങ്ങൾക്ക് ഞാൻ അയച്ച കുറേ മെസ്സേജ് ഉണ്ട്. ഒരുപാട് ആൾക്കാരെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാരെ ഐ ഓപ്പൺ സെഷനായി ഇന്നലെ നിങ്ങൾ ചെയ്തത്. നിങ്ങളുടെ കഴിവൊക്കെ വലിയ കഴിവാണ് മുജീബ് റഹ്മാൻ. നിങ്ങൾ ചെയ്യുന്നത് മലയാളം ടൂൾസ് വാങ്ങിക്കുക. ഒരു ദിവസം ഒരു 5 പ്ലാൻ മുജീബ് റഹ്മാൻ കാണിക്കുകയാണെങ്കിൽ 100% ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്, നിങ്ങളുടെ ഇന്നലത്തെ എക്സ്പീരിയൻസ് ഒരു 10 പേർക്കോ അല്ലെങ്കിൽ 5 പേർക്കോ ഡെയിലി പറയാൻ സാധിക്കുവാണെങ്കിൽ
നിങ്ങൾക്ക് ഡെയിലി ഗ്രൂപ്പിൽ ഫോട്ടോ ഇടാൻ പറ്റും. ഫിസിക്കൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ജോയിനിങ് ആയി. ഇത് നിങ്ങൾക്ക് ഡെയിലി ഗ്രൂപ്പിൽ ഇടാൻ സാധിക്കും. നിങ്ങൾ മാറി ചിന്തിക്കും മുജീബ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. ഇന്നലെ നിങ്ങൾ ചെയ്ത സെഷനൊക്കെ കേട്ടി എൻ്റെ സെഷനൊന്നും ഒന്നല്ല പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അത്രത്തോളം മാറ്റം നിങ്ങളിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ദിവസം 1 മണിക്കൂർ ഒരു ഫിസിക്കൽ മീറ്റിൽ ഇറങ്ങാൻ, ആരെങ്കിലും പോയി കാണാൻ, ഒരു 5 പേരുടെ പേര് എഴുതി വെക്കുക. 5 പേര് പോയി കാണാം. നിങ്ങളുടെ ഇന്നലെ പറഞ്ഞ എക്സ്പീരിയൻസ് അവിടെ ഷെയർ ചെയ്യുക. ഒരു 5-10 പ്രൊഡക്റ്റ് കയ്യിൽ വെക്കുക. സോപ്പും വേസ്റ്റും കയ്യിൽ വെക്കുക. അവിടെ വെച്ച് ഐഡിയ എടുക്കുക. ഐഡിയ എടുക്കാൻ ആദ്യത്തെ നിങ്ങൾ അത് എത്രയും ഐഡിയ എടുക്കാൻ അറിയാൻ ഞാൻ വിശ്വസിക്കുന്നു. ഐഡിയ എടുക്കാൻ അറിയാം. അവിടെ പോയി ഐഡിയ എടുത്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഷോപ്പിൽ നിന്നാണ്, മഞ്ചേരിയാണോ, നിങ്ങൾ എവിടെ പോയി സാധനം വാങ്ങിക്കുന്നത്, അവിടുത്തെ ഗൂഗിൾ പേ നമ്പർ വാങ്ങിക്കുക. അവർക്ക് ആ സോപ്പിൻ്റെ പേസ്റ്റും പൈസ അയച്ചു കൊടുത്ത് ഐഡി നമ്പർ അയച്ചു കൊടുത്ത് ഐഡി ആക്ടിവേഷൻ ആക്കിയത്. എന്നുവെച്ചാൽ നിങ്ങൾ എപ്പോഴാണ് ഷോപ്പിൽ പോയി നാളെ ഒരുമിച്ച് കളക്ട് ചെയ്യുക. ഈ സാധനം നിങ്ങളെ സലീം സാർ, മുഹമ്മദ് സലീം സാർ ചെയ്യുന്ന ഈ ആക്ടിവിറ്റി ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം ചെയ്യുന്നത് ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ അമ്മായിരി പ്ലാനാണ്. ഒരു വീട്ടിൽ പോകുന്നു, 15 മിനിറ്റ് കൊണ്ട് പ്രസന്റേഷൻ ചെയ്യുന്നു, ബാക്കിയുള്ള 15 മിനിറ്റ് ഐഡിയ എടുക്കുന്നു, സോപ്പും പേസ്റ്റും കൊടുക്കുന്നു. അടുത്ത മീറ്റിങ്ങിലേക്ക് നമ്മൾ സൂം മീറ്റിങ്ങിൽ കണക്ട് ആക്കുന്നു. ഫിസിക്കൽ CEO എവിടെയാണ്, തിരൂരാണോ വളാഞ്ചേരി എവിടെ മീറ്റിംഗ് ഉള്ള അവിടത്തേക്ക് അവർ പറഞ്ഞയക്കുന്നു. അടുത്ത വീട്ടിലേക്ക് നേരെ കയറുന്നു, അവിടെ പ്ലാൻ കാണിക്കുന്നു, ഒരു സോപ്പും പേസ്റ്റും ഐഡിയ എടുക്കുന്നു, പ്ലാൻ കാണിക്കുന്നു. അടുത്ത വീട്ടിൽ വന്ന് വൈകുന്നേരം ആകുമ്പം ഒരു 30ഓളം പ്ലാൻ കാണിക്കുവാൻ. ഒരു സോപ്പും പേസ്റ്റും കൊടുത്ത് ഐഡിയ ആക്ടിവേഷൻ ആക്കി വിടുക. എന്നിട്ടാകുമ്പോൾ വലിയ മീറ്റിംഗ്, സൂം മീറ്റിങ്ങിലേക്കും ഫിസിക്കൽ മീറ്റിലേക്കും കണക്ട് ആക്കുക. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വരുമാനം 10 ലക്ഷം 15 ലക്ഷത്തിനിടയിൽ വരുമാനമാണ്. ഇപ്പോഴും പ്ലാൻ കാണിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം 30 ജോയിനിങ് ആക്കും അദ്ദേഹം. മുജീബ് റഹ്മാൻ ഇറങ്ങി നോക്കിയ നിങ്ങൾ ചിന്തിക്കുക, ഞാനും മുഹമ്മദ് സലീമിനെ പോലെയാണ്, അദ്ദേഹത്തിനെ പോലെ ഇറങ്ങി വർക്ക് ചെയ്യാണ്. ഇറങ്ങി വർക്ക് ചെയ്ത് നോക്കിയേ, നല്ല ജോയിനിങ് നടക്കും. നിങ്ങളുടെ വരുമാനം 25,000 രൂപയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലെ മുഴുവൻ ആൾക്കാർ ബിസിനസ് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ യൂട്ടിലൈസ് ചെയ്യട്ടോ. നിങ്ങൾ സൂമിലേക്ക് ആൾക്കാർ വരാതെ വിഷമിക്കണ്ട. നിങ്ങൾ ഫിസിക്കൽ വർക്ക് ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജോയിൻ ചെയ്ത ആൾക്കാരെ സൂമിലേക്ക് കണക്ട് ആക്കിയാൽ മതി. ഇറങ്ങി ഒന്ന് വർക്ക് ചെയ്ത് നോക്ക്. അതുപോലെ പ്രഭാകരൻ ചേട്ടൻ വളരെ സീരിയസ് ആയി ബിസിനസ് ചെയ്യുന്ന ആളെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കുറച്ച് ഈ ആക്റ്റീവ് നമ്മുടെ വർക്ക് ഇതിനകത്ത് സൂമിൽ വന്ന് ഇതിൽ പഠിക്കുക. നാട്ടിൽ ഫിസിക്കൽ മീറ്റിംഗ് കാണുമ്പോൾ പ്രഭാകരൻ ചേട്ടൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കട്ടോ. നിങ്ങളുടെ പരിസരത്ത് ഒരു 20 കിലോമീറ്റർ 25 കിലോമീറ്റർ അടുത്തുണ്ടെങ്കിൽ അതിന് പോയി പങ്കെടുത്ത് ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ് മാറ്റം വരും. ഞാൻ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, കുറേ ആൾക്കാരെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കുറേ ആൾക്കാർ, ഇതിലുള്ള എല്ലാ ആൾക്കാരും, ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ആൾക്കാരൊക്കെ നോട്ടീസ് ചെയ്ത ആൾക്കാർ കേട്ടോ. അപ്പോൾ ഉഷ ചേച്ചി എന്നുണ്ടോ? സാറേ നമസ്കാരം. നമസ്കാരം, പറയൂ. എനിക്ക് ഇത് തന്നെയാ സാറേ പ്രശ്നം. ഞാൻ സാറ് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. രാവിലെ ശകലം തിരക്കായിരുന്നു കിച്ചണിലെ, അതുകൊണ്ടാണ് ഞാൻ അന്നേരം സംസാരിക്കാഞ്ഞത്. ഇപ്പൊ എനിക്ക് ഇത് തന്നെയാണ്. ഞാൻ പ്ലാൻ എല്ലാവർക്കും ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട്. ആൾക്കാർ നമ്മളോട് ഓക്കെ പറയുന്നുണ്ട്, സാധനം എടുത്തോണ്ട് വാന്ന് വരെ പറഞ്ഞിട്ട് നമ്മളെടുക്കാൻ, ഞാൻ കോട്ടയം വരെ ചെന്ന് കഴിയുമ്പോഴാണ് വിളിച്ചു പറയുന്നത്, വേണ്ട കേട്ടോ, ഞാനത് ചോദിച്ചപ്പോഴത്തേക്കും വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് വേണ്ട, നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിൽ ഇപ്പൊ നിൽക്കുന്ന സമയം സാറേ. അപ്പൊ ചേച്ചി ഇതില് ഇപ്പൊ എന്ത് പ്രൊഡക്റ്റാ വേണമെന്ന് വെച്ച് വാങ്ങിക്കാൻ പോയി? സോപ്പും പേസ്റ്റ് ആണോ? അല്ല, അവർക്ക് എണ്ണ വേണോന്നാണ് എന്നോട് പറഞ്ഞത്, കുക്കിംഗ് ഓയില്. ഓക്കെ, അത് ചേച്ചി എന്താ ചെയ്യണോ, നമ്മള് ഓർഡർ എടുത്ത് പോയി വാങ്ങിച്ച് അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ഈ ഓർഡർ ക്യാൻസൽ ആവും. ഇതിൽ ഞാൻ കഴിഞ്ഞ മാസം ഒരാളെ പരിചയപ്പെട്ടപ്പോൾ ആള് 2018 ബിസിനസ് ജോയിൻ ചെയ്ത വ്യക്തിയാണ്. ഒരു ബിസിനസ് ഒരു മാറ്റമില്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്കാരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചപ്പോൾ പുള്ളി ഇതുപോലെ ഓർഡർ എടുക്കും, ഷോപ്പിൽ പോകും, അവിടെ എത്തുമ്പോൾ പൈസ അയച്ചു കൊടുക്കില്ല, ക്യാൻസൽ ആവും ഓർഡർ. അപ്പോൾ ഇവിടെ ചേച്ചി ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഇതുപോലെ ഓർഡർ ചെയ്യുന്നെങ്കിൽ ആ സ്പോട്ടിൽ ഈ സാധനം അവർക്ക് കൈ കൊടുക്കാൻ പറ്റണം. നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ സാധനം വാങ്ങിക്കാൻ ഒരു 500-1000 രൂപ മാറ്റി വെച്ചിട്ടുണ്ടാവും. ആ സമയത്ത് ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന് ഞാൻ പൈസയ്ക്ക് ചിലവോ അവർ വേണ്ടാന്ന് പറയും. ഇപ്പം ചേച്ചി ചെയ്യേണ്ട കാര്യം, കുക്കിംഗ് ഓയിൽ വാങ്ങിക്കും, നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിലാണെങ്കിൽ ഒരു ബോട്ടിൽ എക്സ്ട്രാ വാങ്ങിച്ചു വെച്ചോ, നഷ്ടം വരില്ല. ചേച്ചി 100 PV കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ കുക്കിംഗ് ഓയിൽ ഫ്രീ കിട്ടുന്ന കുക്കിംഗ് ഓയിൽ മാക്സിമം എടുക്കുക. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട സാധനമാണ് കുക്കിംഗ് ഓയിൽ, നമുക്ക് ആവശ്യമുള്ള സാധനം ഒരു 2 ബോട്ടിൽ എക്സ്ട്രാ വാങ്ങിച്ചു വെക്കുക ചേച്ചി. ഒരു 5 പേസ്റ്റും ഒരു സോപ്പും 5 സോപ്പും എക്സ്ട്രാ വാങ്ങിച്ചു വെക്കുക. സ്പോട്ടിൽ കാണുന്ന സമയത്ത് കൊടുക്കാൻ സാധിക്കണം. നിങ്ങൾ നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സ് മാറും, വേണ്ടെന്ന് പറയും. കടയിൽ പോയിട്ട് വിളിച്ച് ചോദിക്കാനാക്കാതെ ആ സ്പോട്ടിൽ കാണുന്ന സമയത്ത് ആ സോപ്പും പേസ്റ്റും കൊടുത്തു വെക്കുക ചേച്ചിക്ക്, ആ കസ്റ്റമറെ നഷ്ടപ്പെടുത്തില്ല. അവന് സാറേ പെർഫ്യൂമിന്റെ അത് ഒരാൾ പൈസ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഷാഹുൽ സാറിനെ വിളിച്ചപ്പോ സ്റ്റോക്ക് ഔട്ട് ആയെന്ന് പറഞ്ഞായിരുന്നു.
അത് നമുക്ക് കിട്ടുമോ ഇപ്പൊ അങ്ങനെ? പെർഫ്യൂംസിന്റെ കാര്യം എനിക്ക് ഡൗട്ടാണ്. കാരണം കമ്പനിക്ക് ആ പെർഫ്യൂം ലോഞ്ച് ചെയ്തിട്ട് ഒരുപാട് സാധനം ലോഞ്ച് ചെയ്തപ്പോൾ അതിന്റെ പ്രൈസ് കുറച്ച് കൂടുതലായിരുന്നു. 1400 കുറച്ച് കൂടുതലായപ്പോൾ ആദ്യം ആരെങ്കിലും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ കുറേ പീസ് അതുണ്ട്. ആ കമ്പനി അത് ഓഫർ ഇട്ട സമയത്ത് ഒരാള് തന്നെ 100 കണക്കിന് പീസ് വാങ്ങിച്ചു, ഓരോ ആൾക്കാർ. കാരണം അതിന് ഡബിൾ പോയിന്റാണ് കിട്ടുന്നത്. പകുതി പൈസക്ക് പോയിന്റ് ഫുൾ കിട്ടുക, കൺസിസ്റ്റൻസി ചെയ്യാൻ പറ്റുള്ളൂ. അന്നത്തെ ദിവസം തന്നെ ഈ ധന്യ തന്നെ നേരത്തെ സംബന്ധിച്ച ധന്യ തന്നെ 9 പീസ് ഓഫർ. ഞാൻ ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ടപ്പോൾ സാറേ പൈസ ആയിക്കട്ടെ 9 പീസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചിന്തിച്ചിട്ടില്ല ഈ ഓഫർ എന്താണെന്നില്ല. വെറുതെ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് പെർഫ്യൂം ഓഫർ ധന്യ വാങ്ങി സാർ 9 പീസ് നാളത്തേക്ക്. നാളത്തേക്കല്ല ഇപ്പം പൈസ ആക്കാം. ഞാൻ ഇല്ല സാറ് തീർന്നു പോയെങ്കിൽ ഇപ്പം തന്നെ അയച്ചേക്കാന്ന് പറഞ്ഞു. ഞാൻ ധന്യ രാവിലെ തന്നെ ബില്ലടിച്ച് 9 പീസ് എടുക്കുക. അപ്പോൾ നമ്മുടെ ടീമിലെ ആൾക്കാർ 9ഉം 10ഉം 20ഉം പീസൊക്കെ എടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ടീം ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവൻ ഈ സാധനം എടുത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് തന്നെ സാധനം കംപ്ലീറ്റ് ഔട്ടായി പോയി. ഇപ്പൊ കമ്പനിയിൽ പ്രൊഡക്റ്റ് ഇല്ല. എനിക്ക് പുതിയ പ്രൊഡക്റ്റ് ഇറങ്ങണം. കംപ്ലീറ്റ് സ്റ്റോക്ക് തീർന്നു. അപ്പൊ ഇനി ഈ വിലക്ക് കിട്ടുന്നതിനും എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല. ഇനി അടുത്ത ഓഫർ വരുമ്പോൾ വരും. അതിന് പ്രതീക്ഷ പോയി. ഇനി ആരെങ്കിലും വാങ്ങിച്ച ആൾക്കാരുണ്ടെങ്കിൽ, നമ്മുടെ ടീമിൽ ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചു, എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ തരാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ആ പൈസ കൊടുത്ത് വാങ്ങിക്കാം. എന്ന് വെച്ചാൽ എനിക്ക് കസ്റ്റമർക്ക് കൊടുക്കും. വിനോദ് സാറിനൊക്കെ 12ഓളം പീസിന്റെ ഓർഡർ ഉണ്ടായിരുന്നു. പൈസ ആയി ഷോപ്പിൽ എത്തുമ്പോൾ സാധനം തീർന്നായി. ബില്ലടിക്കാൻ പറ്റാണ്ട് അവിടെ സോഫ്റ്റ്വെയർ കംപ്ലൈൻറ്റ്, സാധനം കൊണ്ട് സോഫ്റ്റ്വെയർ കംപ്ലൈൻറ്റ് ആയിപ്പോയി, കൊടുക്കാൻ പറ്റിയ സാധനം കിട്ടിയില്ല അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിന്റെ കസ്റ്റമർക്ക് അത് വിഷമമാണ്. അപ്പോൾ ചേച്ചിക്ക് ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ കോട്ടയത്ത് തന്നെയുള്ള മിനി ചേച്ചിൻ്റെ സാധനം ഉണ്ടോ അറിയില്ല, ആ ധന്യയിൽ സാധനം ഉണ്ടോ അറിയില്ല. അവർക്കൊക്കെ സാധനം തീർന്നിട്ടുണ്ടോ, എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ സാർ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചോ, നമ്മളെ സാധനം ഓർഡർ എടുത്ത് വാങ്ങിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ കഷ്ടം നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എപ്പോഴും അവർ, എന്റെ ചേച്ചിയൊക്കെ ഉണ്ട് ഇതിനകത്ത്, ഈ ചേച്ചി മീറ്റിംഗ് ഉണ്ട്. ചേച്ചിന്റെ വീട്ടിലെ റൂമിലെ ഷോക്കേസിൽ മുഴുവൻ നമ്മുടെ പ്രൊഡക്റ്റാണ്. ആദ്യം അവിടെ ഡ്രസ്സും ആനയും കുതിരയും ഫ്ലവർ ബോക്സ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ അത് കംപ്ലീറ്റ്, ഞാൻ എപ്പോഴും മീറ്റിംഗ് പറഞ്ഞ ചേച്ചി ആ ഷെൽഫ് മൊത്തം നമ്മുടെ പ്രൊഡക്റ്റായി മാറി. കാരണം എല്ലാ മാസവും 100 BV ചെയ്യും. ഈ 100 BV വാങ്ങിക്കുന്നത് ആവശ്യക്കാർക്കുള്ള സാധനമല്ല, എല്ലാ മാസവും സ്ഥിരമായിട്ട് കസ്റ്റമർ കൊടുക്കുന്ന സാധനമാണ്. ഹെയർ ഓയില്, ഷാമ്പു, ബ്രേക്ക്ഫാസ്റ്റ്, സോപ്പ്, പേസ്റ്റ്, ഇങ്ങനെയുള്ള ഒരു 10-25 ഐറ്റംസ് ആ 100 BV-യിലുണ്ടാവും എല്ലാ മാസം. അത് ആ സ്റ്റോക്ക് വീട്ടിൽ വെക്കും. അത് വെച്ച് 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 ആ സാധനം എല്ലാം ഒരു ഷോപ്പ് പോലെ വീട്ടിലുണ്ട്. അപ്പോൾ അവരുടെ കൂടെയുള്ള ഫ്രണ്ട്സ് നാളെ സോപ്പ് കൊണ്ടുവരണം, നാളെ പേസ്റ്റ് കൊണ്ടുവരണം, നാളെ കുക്കിംഗ് ഓയിൽ കൊണ്ടുവരുമ്പോൾ ഇതെടുത്തങ്ങ് കൊണ്ടു കൊടുക്കുക. അല്ലാണ്ട് ഞാൻ അടുത്ത മാസം ഓർഡർ ചെയ്യുമ്പോൾ കടയിൽ പോകുമ്പോൾ വാങ്ങിച്ചു തരാമെന്നല്ല വരാം. ഇതെടുത്ത് അവിടെ കൊണ്ടു കൊടുക്കും. ഈ സ്റ്റോക്ക് അവിടെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. 10 ഹെയർ ഓയിൽ, 10 ബ്രേക്ക്ഫാസ്റ്റിൽ, 10 സോപ്പ്, 10 പേസ്റ്റ് എല്ലാം അവിടെ ഉണ്ടാവും. ഇവർ ചോദിക്കുമ്പോൾ എടുത്താൽ കൊടുക്കും. അതൊരിക്കലും ആ ഓർഡർ നമുക്ക് നഷ്ടപ്പെടുത്തില്ല. ഈ സാധനം അവിടെ റൊട്ടേഷൻ ചെയ്ത് ഒന്നും അധികമായി പോലെ എക്സ്പയർ ആയി പോലെ ഒന്നും ആയില്ല. ഇതങ്ങ് തീർന്നുകൊണ്ടിരിക്കും. നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാലോ അതിനകത്ത് എടുത്തിട്ട്. നമ്മൾ ഉപയോഗിച്ചാൽ ആ സാധനങ്ങളുടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ചേച്ചി ഇതിലെല്ലാവരും ശ്രദ്ധിക്കുക, മിനി മാജിക് കോർണർ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകണം. മാജിക് കോർണർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ചെറിയൊരു കോർണറിൽ ഒരു 5-10 പീസ് ഉണ്ടാവണം. വെസ്റ്റേജിന്റെ മാജിക് കോർണർ. അത് എങ്ങനെ ഉണ്ടാവുക, ഒരു ചെറിയൊരു പൈസ നിങ്ങൾ അതിനുകൊണ്ട് മാറ്റി വെച്ച് കുറച്ച് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് അവിടെ വെക്കുക. ഒരു 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപ സാധനം അവിടെ വെക്കുക. ഇത് നിങ്ങൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നതിൽ കൂട്ടരുത്. ഒരു മാജിക് കോർണർ ഫിക്സ് ചെയ്യുക വീട്ടിൽ. 5 മിനിറ്റ് അധികമായി, സമയം അധികം പോയി. ആ മാജിക് കോർണർ നിങ്ങൾ എല്ലാവരും ഇന്ന് ചെയ്യാൻ പറ്റുന്നത്, ഇന്ന് ഇതിലുള്ള 68 പേരും ചെയ്യേണ്ടത് നിങ്ങളുടെ മാജിക് കോർണറിന്റെ ഫോട്ടോ ഗ്രൂപ്പിലുണ്ടാവും. എല്ലാവരും നിങ്ങളുടെ വീട്ടിലെ മാജിക് കോർണർ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലുണ്ടാവും. എൻ്റെ മാജിക് കോർണറാണ്. ചെറിയ കോർണറിൽ ഉള്ളവരിട്ടോ, ഇല്ലാത്ത ആൾക്കാർ നാളെ ഉണ്ടാക്കിയാൽ മതി. ഒരു ചെറിയ ഷെൽഫിൽ ഒരു കള്ളിയിൽ ഒരു 2-3 സോപ്പും പേസ്റ്റ് എല്ലാ സാധനം വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ എൻ്റെ മാജിക് കോർണറാണ്. എന്നിട്ട് ഈ സാധനം നിങ്ങൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ 10 പീസ് 10 പ്രോഡക്റ്റിൻ്റെ ആണ് വെച്ചെങ്കിൽ ആ 10 പ്രോഡക്റ്റ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ 10 പ്രോഡക്റ്റിന് കസ്റ്റമർ കിട്ടിക്കൊണ്ടിരിക്കും. ഓർഡർ കിട്ടി വാങ്ങിച്ചു കൊണ്ടുകൊടുക്കാൻ നിൽക്കുന്ന സാധനം പോകും. എല്ലാവരും മാജിക് കോർണർ ഫിക്സ് ചെയ്യുക. അതാണ് വിന്നിങ് ടീമിന്റെ ഏറ്റവും നല്ല ഷോർട്ട് കട്ട്, കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഷോർട്ട് കട്ട്. അത് ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ല ബിസിനസ് ആക്കിയിട്ടുണ്ട്. 50,000 രൂപയുടെ പ്രൊഡക്റ്റൊക്കെ സ്റ്റോക്ക് വെക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഫ്രീ കിട്ടിയ പ്രൊഡക്റ്റാണ് കേട്ടോ. ഈ 2000 രൂപക്ക് 3000 രൂപക്ക് സാധനം വാങ്ങിച്ച് മാജിക് കോർണർ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ അവരെ ഷെൽഫ് നിറയെ 50,000 രൂപക്ക് സാധനം, അത് കംപ്ലീറ്റ് ഫ്രീ ആയി വന്ന സാധനം. ഇത് കൊടുത്താൽ ആ പൈസ അവർക്ക് വരുന്നുണ്ട്. മാജിക് കോർണറിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ടോ വിശ്വസിക്കുന്നു? ഉണ്ടോ? ആയിരിക്കും ക്ലിയർ ഉണ്ടോ? ചെറിയൊരു കോർണറിൽ നമ്മുടെ പ്രൊഡക്റ്റ് എപ്പോഴും ഉണ്ട്. ഒരു സ്റ്റോക്ക്, ഒരു ചെറിയ ഔട്ട്ലെറ്റ് ആണ്, ചെറിയ ഔട്ട്ലെറ്റ്, ഒരു കള്ളിക്കുള്ളിൽ ഔട്ട്ലെറ്റ്. അത് ബിസിനസ് ആയിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും, നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും. ഉഷ ചേച്ചിക്ക് മനസ്സിലായോ? ഓക്കെ ഓക്കെ സാർ. ഈ ചോദിച്ച കുക്കിംഗ് ഓയിൽ ചേച്ചിന്റെ വീട്ടിലുണ്ടാവണം, ചോദിച്ച പേസ്റ്റും സോപ്പും വീട്ടിലുണ്ടാവണം, ചോദിച്ച അപ്പത്തിന് എടുത്ത് കൊടുക്കാൻ പറ്റും. നാളത്തേക്കോ അടുത്ത മാസത്തേക്ക് പറ്റത്തില്ല. അടുത്ത മാസം ഞാൻ കൺസിസ്റ്റൻസി വാങ്ങിക്കുമ്പോൾ ചെയ്യാൻ അവർ കോൾഗേറ്റ് വാങ്ങിക്കും.
അപ്പോൾ അതൊരിക്കലും ഇപ്പൊ ചേച്ചിക്കറിയാം. ഇപ്പൊ ഇന്ന് ഒരു ചേച്ചിയുടെ നല്ല ഫ്രണ്ട് ഗീത എന്ന് പറഞ്ഞ ഫ്രണ്ട്, ചേച്ചിന്റെ ഫ്രണ്ടാണ് കുക്കിംഗ് ഓയിൽ വാങ്ങിച്ച ഗീത എന്ന് പറഞ്ഞ. നമുക്കറിയാം ഒരു കുക്കിംഗ് ഓയിൽ വാങ്ങിച്ച ഒരു മാസം കഴിയുമ്പോൾ തീരുന്നറിയാം. ഒരു 25 ദിവസം കഴിയുമ്പോൾ ജസ്റ്റ് അവരെ കാണാൻ അടുത്തുള്ള ആൾ പോയി വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ടോക്ക് സംസാരിക്കാൻ ശ്രമിക്കുക. ആ സമയമാകുമ്പോൾ അവർ പറയുന്ന സമയത്ത് വരും, എൻ്റെ കുക്കിംഗ് ഓയിൽ തീരാനായിട്ടോ ഒന്ന് വാങ്ങിച്ചു വെച്ചേക്കുന്ന പറയും. അത് ഞാൻ നാളെ വാങ്ങിക്കാൻ പോകുന്നുണ്ട്, ഞാൻ വാങ്ങിച്ചേക്കാന്ന് പറഞ്ഞേക്കാം. നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ സാധനം ഉണ്ടോ? അപ്പോൾ പറയരുത് വീട്ടിൽ നിന്ന് പറയരുത്, ഞാൻ നാളെ വാങ്ങിക്കാൻ പോകുന്നുണ്ട്, ഞാൻ വാങ്ങിച്ചു വെച്ചേക്കാന്ന് പറയും. അപ്പോൾ ആ സാധനം അവർക്ക് കൊടുക്കാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ ബിസിനസ് മെന്റാലിറ്റി കൊണ്ടുവരണം കേട്ടോ. പല ആൾക്കാർക്ക് ഓക്കെ ഈ ടോക്കിംഗ് രീതിയിലാണ് ഈ ബിസിനസ് ഔട്ടായി പോകുന്നത്. നമ്മുടെ സംസാര രീതിയിലാണ് ബിസിനസ് മാറിപ്പോകുന്നത് കേട്ടോ. എപ്പോഴും നമ്മൾ ബിസിനസ് മൈൻഡിലേക്ക് വരും. എന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് അവർ വാങ്ങിപ്പിക്കലല്ല, ആ ഒരു മൈൻഡ് സെറ്റ് വരും. നമുക്ക് കുറച്ച് ചെയ്താൽ വരുള്ളൂ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഇനി ചേച്ചി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു 1000 രൂപക്കുള്ള സാധനം എക്സ്ട്രാ വാങ്ങിച്ചോ, ആ കോർണറിൽ വെക്കാൻ വേണ്ടി. ചേച്ചിന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം ആ ഓക്കെ കോർണറിൽ വെക്കുക. എന്നിട്ടാകുമ്പോൾ അത് വീട്ടിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എഴുതി വെക്കുക. അടുത്ത പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ അതാണ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ആ സ്റ്റോക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. 10 പീസിന്റെ പ്രൊഡക്റ്റ് അങ്ങനെ വാങ്ങിക്കുന്നത് അതങ്ങനെ ചെയ്യാം. പ്രേമ ചേച്ചി എന്തുകൊണ്ടോ? സാറേ ഞാൻ 4 പെർഫ്യൂം വാങ്ങിച്ചു. ചേച്ചിയുടെ ആദ്യം തന്നെ വാങ്ങിച്ചോണ്ട് 4 കിട്ടി അല്ലേ? 4 കിട്ടി. അല്ല അവിടെ സ്റ്റോക്ക് കഴിഞ്ഞു പോയി. അപ്പോഴേക്കും ഒരു ജെന്റ്സ് മാത്രം ബാക്കിയുണ്ട്. ഞാൻ ലേഡീസ് എടുത്ത്. ഓക്കെ, എനിക്കൊന്നും ഞാൻ കിട്ടി. ഞാൻ ആ ഫസ്റ്റ് ദിവസം തന്നെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊന്നും കിട്ടി. ആ ഞാൻ വിളിച്ചു ചോദിച്ചിട്ടാ ചെന്നത്. അങ്ങനെ എനിക്ക് ഇന്നലെ ഒരാള് ഐഡിയ അടിച്ചു സാറേ. ഓക്കെ, അന്ന് വന്നവരായിരിക്കും അല്ലേ? അവര് അവര് മറിയാമ്മ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. അവർക്ക് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ സാറിന്റെ നമ്പർ ഞാൻ കൊടുക്കൂട്ടോ, സാറിനെ വിളിക്കേ. അപ്പൊ അവർക്ക് സപ്ലിമെന്റ് ഏതൊക്കെയാ കഴിക്കേണ്ടതെന്നൊക്കെ ഒന്ന് സാർ പറഞ്ഞു കൊടുക്കണേ. ശരി. അവരുടെ നമ്പർ എനിക്ക് അയച്ചു കേട്ടോ. സാറിന് അയച്ചു ആർക്ക് കൊടുക്കുമ്പോ എനിക്ക് സ്പോട്ടിൽ എനിക്ക് അയക്കണം. ഇല്ലെങ്കിൽ അവർ ഹായ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പേർക്ക് ഞാൻ പരസ്യം കൊടുത്തിട്ട് വന്ന ആളാന്നായിരിക്കും. അല്ല സാറേ, ഞാൻ സാറിന് അയച്ചു ഞാൻ ഈ പരസ്യം കൊടുക്കുന്ന ആൾക്കാർ ഇൻവൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ആരും ഒരു ഹായ് ഇട്ടാൽ ഞാൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യും. ഐഡിയ എന്റെ ഐഡിയ എടുത്ത് കളയുന്നില്ല. എപ്പോഴും ആർക്കും എനിക്ക് നമ്പർ കൊടുത്ത സ്പോട്ടിൽ ആ നമ്പർ എനിക്ക് അയച്ചു. ഇന്നാണ് സാറിനെ കോൺടാക്ട് ചെയ്യാൻ സാധ്യത പറഞ്ഞാൽ ഞാൻ സേവ് ചെയ്ത് വെച്ചു. കെയർ ഓഫ് ക്യാമറ ചേച്ചി ഞാൻ അങ്ങനെ സേവ് ചെയ്തു. അപ്പൊ പിന്നെ ടെൻഷൻ വരില്ല. ആയിക്കോട്ടെ സാർ. ഇന്നലെ ഒരാൾക്ക് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ഒരാൾ എനിക്ക് ഹായ് അയച്ചു. ഞാൻ അപ്പൊ തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തു, ഐഡിയ എടുക്കുന്ന ഡീറ്റെയിൽ ചോദിച്ചു. അപ്പോൾ സാറ് ഞാൻ എന്നെ പരിചയമില്ല, എന്റെ നമ്പർ സാർ സേവ് ചെയ്തിട്ടില്ല, ഞാൻ സുമേഷ് സാറിന്റെ ടീമിലാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അയാളുടെ നമ്പർ മാറിയിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ല? അപ്പൊ എപ്പോഴും എന്റെ നമ്പർ ആര് കൊടുക്കുമ്പോഴും എനിക്ക് അയച്ചു തരുന്നുണ്ടോ, ഇല്ലെങ്കിൽ അബദ്ധം വരും. ഇല്ല, ഞാൻ സാറിന് അയച്ചു തന്നിട്ട് ഓക്കെ അവർക്ക് ഓക്കെ. കൊടുക്കാം. ഞാൻ ഇന്ന് സെഷൻ ഒന്നും ഇല്ലാതെ സമയം 1 മണിക്കൂർ അധികം അല്ലേ? ഓക്കെ, നമുക്ക് ഇന്ന് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലത്തെ സെഷൻ വെക്കാന്ന് വെച്ചില്ല കേട്ടോ. ഇതുപോലത്തെ സെഷൻ ഒരു ഇന്ററാക്ഷൻ നമുക്ക് എല്ലാവർക്കും പരസ്പരം എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, തൽക്കാലം സെഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. വിഷ് യു വെൽ. ഓക്കെ സാറേ, താങ്ക് യു.